എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കിവിടെ ഒത്തുചേരാൻ കഴിഞ്ഞ അവസരം തന്ന പ്രകൃതി ശക്തിക്ക് മുന്നിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ 6am ക്ലബ്ബ് ആരംഭിക്കാം. താങ്ക് യു ഓൾ. എൻ്റെ പേര് ശോഭ, പേരാമ്പ്രയാണ് വീട്. 2 വർഷത്തോളമായി ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ല മിറാക്കിൾ റിസൾട്ട് കിട്ടി. ഞാൻ പറയപ്പോഴും എൻ്റെ ഒരു 2ാം ജന്മാണെന്നാണ്. അപ്പോ അത്രയും റിസൾട്ട് കിട്ടി. ഇത് എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിതൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്തത്. ഇതിപ്പോ നല്ലൊരു ടീമിനെ വളരെയധികം സന്തോഷത്തോടെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മളൊക്കെ സ്വപ്ന ജീവികളാണ്. നമുക്കൊക്കെ ഓരോ സ്വപ്നങ്ങളുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഗോളുകൾ സെറ്റ് ചെയ്യേണ്ടത്, അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണിന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, നമ്മളെ പ്രിയപ്പെട്ട മിനി സാറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ പരിചയമാണ്. കാരണം നമ്മളെ 6am ക്ലബിൽ പല ദിവസങ്ങളിൽ അദ്ദേഹം ഒരുപാട് വെറൈറ്റി ക്ലാസ്സുകളായിട്ട് വരാറുണ്ട്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് വളരെയധികം ആദരവോടെ സ്നേഹത്തോടെ ഇങ്ങോട്ട് ക്ഷണിക്കാം. വെൽക്കം മിനി സർ. Thank you, Shobha madam. Thank you all. Good morning. ഒരു മിനിറ്റ് നിങ്ങൾ ആകാംക്ഷയിൽ നിന്നില്ലേ? ഈ ആകാംക്ഷ ജീവിതത്തിൽ ഉണ്ടായാൽ മതി. ഒരു ഗോളും സെറ്റ് ചെയ്യണ്ട, രക്ഷപ്പെട്ടോളൂ. പക്ഷെ അതില്ലാത്തതാണ് നമ്മൾ പ്രശ്നം. നമ്മൾ കൈ കിട്ടിയ ഓപ്പർച്യൂണിറ്റി എത്രത്തോളം ആളുകൾ അതിൻ്റെതായ അർത്ഥത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം നിങ്ങൾ അത് ഉൾക്കൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് പ്ലാന് അല്ലെ, കമ്പനിയുടെ പ്രൊഫൈല്, കമ്പനിയുടെ വിഷൻ അല്ലെ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മുടെ പ്ലാനിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നമുക്കറിയാം. ജസ്റ്റ് ഒരു ഇൻട്രോ, ഞാൻ എന്തിന് ബിസിനസ് ഏറ്റെടുത്തു, അല്ലെങ്കിൽ ഞാൻ എന്തിന് ഇപ്പൊ ബയോടെക്നോളജിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു ടീമുണ്ടെങ്കിൽ, കേരളത്തിലും ഇന്ത്യയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീം ഉണ്ടാക്കിയെടുക്കാൻ ചെറിയ പണിയൊന്നുമല്ല, നന്നായിട്ട് കഷ്ടപ്പെടണം. അങ്ങനെ നിങ്ങൾ ഒരു 2-3 വർഷം ഉറക്കവും ഇല്ലാതെ ഓടി ടീമിനെ സെറ്റ് ചെയ്ത് ടീമിനെ കൂടെ നിർത്താൻ പഠിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന വരുമാനത്തിനാണ് 29,450 മദർ ഇൻകം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് രാവിലെ എണീറ്റ് ബയോടെക്നോളജിയിൽ അടിച്ച് 2ാമത്തെ ദിവസം ഫാമിലി ബോണസ് 11,850 അവയർനെസ് ബോണസ് 17,600 വരില്ല. അങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വിഡ്ഢികളാണെന്ന് പറയാൻ പറ്റും. പക്ഷെ ഇത് കൈ കിട്ടിയിട്ട് നമ്മളിപ്പോഴും, നേരത്തെ രാവിലെ രമേശ മാഷ ക്ലാസ് പറഞ്ഞ പോലെ, നമ്മളിപ്പോഴും ചോക്കുമലയുടെ മുകളിൽ ഇരുന്നിട്ട് ചോക്കും തപ്പി നടക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തത ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനടക്കം, എന്റേതായ ടീമിലുള്ള ആളുകളടക്കം, നമ്മുടെ മനോജ് സാറിന്റെ താഴോട്ടുള്ള കേരളത്തിലെ മൊത്തം ആളുകളുടെ കാര്യം പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി പിടിക്കണം. അതിനൊരു ഗോൾ സെറ്റിംഗ് നിങ്ങളെ സഹായിക്കുമെങ്കിൽ ആ ഒരു ഏംഗിളിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു സെഷൻ എനിക്ക് മനോജ് സാറും അഭിലാഷ് സാറും കൂടി ഇന്നലെ തന്നത്. വളരെ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളൊരു ഓപ്പൺ മൈൻഡോട് കൂടി ഈ സെഷനിൽ ഇരുന്നിട്ട് ഇത് ഓക്കെ ആണ് എന്ന് നിങ്ങൾക്ക് പരിചയമുള്ള പല ഗോളുകൾ നേടിയ, അല്ലെങ്കിൽ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ പല ഗോളുകൾ നേടിയിട്ട് അച്ചീവ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പൊ എന്തോ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പലപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് ബയോട്ടോറിയത്തിന്റെയോ അല്ലെങ്കിൽ പ്ലാനിന്റെയോ പ്രൊഡക്റ്റിന്റെയോ പ്രശ്നമല്ല, നമ്മളതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അപ്പൊ അതിനെ മാറ്റുന്ന തരത്തിൽ എന്തെങ്കിലും നമുക്ക് ഒരു ഉപകാരപ്പെടുമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിന്റെ പ്ലാൻ പറയുകയാണെങ്കിൽ നമുക്ക് അറിയാം, 29,450 രൂപയാണ് പെർ ഡേ ഇൻകം, മദർ ഇൻകം മാത്രം.
ഒരാഴ്ച 2,06,360 രൂപ കിട്ടും അല്ലെ? ഒരു മാസം 8,84,400. ഈ കണക്ക് ശരിയാണെങ്കിൽ 365 ദിവസം കൊണ്ട് 1,07,60,200 രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് ഉണ്ടാക്കുന്ന ആളുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ശരിയല്ലേ? ഇത് ഉണ്ട്, വാങ്ങുന്ന ആളുകൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിലുണ്ട്? അത് അവരൊന്ന് ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒന്ന് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, നൈന മാഡം, സമീർ സാർ, ഭഗത് സാർ, ലീല PS, ഷെറീന, സോണിയ, ഗീത, സുരേഷ്. 113 ആൾക്കാരിൽ 113 ആൾക്കാർക്കും വിശ്വാസമുണ്ടെങ്കിൽ ഈ ഇതിൽ മുന്നോട്ട് പോയി കാര്യമുണ്ട്. ഇത് വാങ്ങുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട്, ഇനി വാങ്ങാൻ പോകുന്ന ആളുകളും ഇന്ത്യയിലും കേരളത്തിലുണ്ട്. പക്ഷെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് കിട്ടും എന്നുള്ളത്. ഇത് കിട്ടും എന്ന് വിശ്വസിക്കുന്ന സമയത്ത് ഇത് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളി അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, നമുക്ക് റീപർച്ചേസ് ഇൻകം വന്നു. ഒരു പി വി റീപർച്ചേസിൽ മേച്ച് ചെയ്ത് കഴിഞ്ഞാൽ 630 രൂപ കിട്ടും. 100 PV മേച്ച് ചെയ്ത് കഴിഞ്ഞാൽ 63,000 രൂപ കിട്ടും. നിലവിലുള്ള നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത് വെച്ച്, നിങ്ങളുടെ ജീനിയസിലും വിന്നേഴ്സിലുള്ള ടീമിന്റെ സ്ട്രെങ്ത് വെച്ച് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു 63,000 രൂപ റീപർച്ചേസ് ഇൻകം വാങ്ങാൻ പറ്റുമോ? അത് വളരെ എളുപ്പത്തിൽ വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് എനിക്കും വളരെ എളുപ്പത്തിൽ വാങ്ങാൻ പറ്റും. നമുക്ക് എന്ത് വേണം? നമുക്ക് ഒരു കസ്റ്റമർ ഡാറ്റ ഉണ്ടായിരിക്കണം. നമ്മുടെ കൂടെ ID അടിച്ച് ജോയിൻ ചെയ്യുന്ന, നെറ്റ്വർക്ക് ചെയ്യാത്ത 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി. അവരുടെ വീട്ടിലേക്ക് ഇപ്പൊ ഉള്ള അൾട്രാവറിയും ഇപ്പൊ ഉള്ള മോർ പവറും മാത്രമല്ല, ഈ മാസം കഴിഞ്ഞ് ഇറങ്ങാൻ പോകുന്ന എണ്ണയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും അരിയാണെങ്കിലും പരിപ്പാണെങ്കിലും ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്ന ഒരു സമയത്ത് അവരുടെ വീട്ടിലേക്ക് നിങ്ങൾ എന്തൊക്കെ ഇപ്പൊ നിങ്ങളെ ശരീരത്തിൽ ധരിച്ചിട്ടുണ്ടോ, ഗോൾഡ് മാറ്റിവെച്ചോ, ബാക്കി എന്തൊക്കെ ധരിച്ചിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും? ബയോടെറത്തിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. 25 കാറ്റഗറിയിലായിട്ട് 3000-ഓളം പ്രൊഡക്റ്റുകൾ വരാൻ പോകുന്ന ഒരു കമ്പനിയിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് നമ്മൾ. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഒരു കോൺഫിഡൻസ് വേണം. നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾ ID അടിച്ച് നമ്മുടെ ID ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ അവിടെ റിയൽ എസ്റ്റേറ്റ് കാണാൻ പറ്റും, യൂസ്ഡ് കാർസിന് കാണാൻ പറ്റും. നിങ്ങൾ ഇത്രത്തോളം ആളുകൾ ശ്രദ്ധിച്ചെന്നറിയില്ല. ഒരു പ്രാവശ്യം കമ്പനി മീറ്റിംഗ് തന്നെ ഉണ്ടായിരുന്നു. വരാൻ പോകുന്നത് ഈ 25 കാറ്റഗറി എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ വരുമെന്നില്ല. MD അതെന്ന് പറഞ്ഞിരുന്നില്ല. മെല്ലെ മെല്ലെ ഗ്രാജുവലി നമ്മളിപ്പോ അടുത്ത ലേറ്റസ്റ്റ് ഇറങ്ങാൻ പോകുന്ന പൊട്ടന്റെ കാര്യം പറഞ്ഞ ഓർഗാനിക് അഗ്രികൾച്ചർ അല്ലെ? ഓർഗാനിക് അരി, ഓർഗാനിക് പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇത് വാങ്ങാൻ ആളുകൾ ഉണ്ടാവില്ലേ? നിങ്ങളുടെ നാട്ടിലുള്ള ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു ID അടിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ 1000 രൂപ കിട്ടുന്നത് 650 രൂപക്ക് കിട്ടും സാറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രൊഡക്റ്റ് വാങ്ങൂലേ? അങ്ങനെ 0.25 PV-യുടെ 4 കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു PV ആയി. നിങ്ങൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന മേഖലയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ടീം വളരെ വേഗം ഇപ്പൊ ഉള്ളതിന്റെ 10 ഇരട്ടി വേഗതയിൽ പോകാൻ പറ്റും. ഇപ്പോഴും നമ്മൾ റിക്രൂട്ട്മെന്റിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോഴും പ്രോഡക്റ്റ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാഴ്ചപ്പാടിന് കുറച്ചും കൂടി എന്ത് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുന്ന കാര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിനുള്ള ടെക്നിക്കൊക്കെ നിങ്ങൾ അപ്ലൈ ലീഡറായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് എങ്ങനെ ലിസ്റ്റ് ഇടണം, എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം, എങ്ങനെ റിക്രൂട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് വേണം ഈ ബിസിനസ്സിലേക്ക് വലിയ വിജയങ്ങൾ നേടാൻ. ഏതൊരാൾക്കും, ഏതൊരു സാധാരണക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും? നേടാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ വരുമാനത്തിന്റെ കണക്ക് പറയുകയാണെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഈ പ്രൊഡക്റ്റ് കൈ കിട്ടുമ്പോൾ നമ്മൾ വിശ്വസിച്ചിട്ടില്ല ഇതെന്ത് ചെയ്യാൻ പറ്റും, ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കി നമ്മുടെ എന്താ പറയാ ശാരീരിക അസ്വസ്ഥതകൾ മാറ്റുമെന്ന് വിശ്വസിച്ചിട്ട് വന്നവരല്ല നമ്മളാണ്. എന്റെ എന്താ പറയാ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിലൊരു 10% ആളുകൾ ആരെയൊക്കെ വിശ്വസിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. മറ്റുള്ള ആൾക്കാർ ഒരു വിശ്വാസകത വാങ്ങിച്ചതായിരിക്കും.
പക്ഷെ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിനെ വിശ്വസിച്ചു എന്നുള്ളതാണ്. അതുപോലെ വർക്ക് ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ് ഇൻകം പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ മദർ ഇൻകം എന്ന് പറയുന്നത് ഒരു ദിവസം 29,450, റീപർച്ചേസ് ബോണസ് എന്ന് പറയുന്നത് 2 കട്ട് ഓഫിലും കൂടി 1,26,000 രൂപ. ഏതിനാ പ്രാധാന്യം കൊടുക്കണ്ടേ? 63,000 രാവിലെ 63,000 വൈകുന്നേരം വരുന്നതിന് പ്രാധാന്യം കൊടുക്കാതെ 6,800 രൂപ രാവിലെ 6,800 രൂപ വൈകുന്നേരം കിട്ടുന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന നമ്മളെ ശരിക്കും വിഡ്ഢികളെന്ന് വിളിക്കണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതൊരു മാസത്തെ കണക്കിലേക്ക് എടുക്കുന്ന സമയത്ത് 8,84,000 രൂപ മദർ ഇൻകവും 37,80,000 രൂപ റീപർച്ചേസ് ഇൻകം കിട്ടുമ്പോൾ ഒറ്റ മാസത്തെ വരുമാനം 46,64,400 രൂപയാണ്. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത് എന്ന് ഓരോരുത്തർക്കും എന്ത് വേണം? ഒരു കോൺഫിഡൻസ് വേണം. ഇത് കിട്ടാൻ വേണ്ടി പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഗോൾ, സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളുകളൊക്കെ മാറും. എന്തുകൊണ്ടാ? ഇപ്പം വെച്ചിരിക്കുന്ന ഗോൾ എന്താണോ നമ്മുടെ കഴിവിനും കപ്പാസിറ്റിക്കും അനുസരിച്ച് കിട്ടുന്ന ഗോളുകളാണ്. നമ്മളിപ്പോ ഒരു ആക്റ്റീവ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. ഒരു ആക്റ്റീവ വാങ്ങണം. ആക്റ്റീവ വാങ്ങാൻ ബയോഡേറ്റ ചെയ്യണ്ട. ആക്റ്റീവ വാങ്ങാൻ 2,500 രൂപ കൊടുത്ത് ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാല്, ഒരു ഫൈനാൻസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ കിട്ടും ഇല്ലേ? അതിനപ്പുറത്തേക്കുള്ള സ്വപ്നങ്ങളുള്ള ആളുകൾക്കുള്ളതാണ് ബയോഡേറ്റ എന്നാ പറയാ. എനിക്ക് പണ്ട് മനോജ് സാറിനെ പറഞ്ഞ ഓർമ്മിക്കുന്നുണ്ട്. MD-യുടെ മുന്നിൽ ഇരുന്നപ്പോ എത്ര കോടികൾ വേണമെന്ന് ചോദിച്ചപ്പോ ഇവരെല്ലാവരും ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത് 5 കോടി 3 കോടി എന്നൊക്കെയാണ്. ഇന്ന് മനോജ് സാർ 3.5 കോടിക്ക് മുകളിൽ വരുമാനം നേടി അല്ലേ? ഇന്ന് അദ്ദേഹത്തിനോട് MD ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയോ 3.5 കോടി 5 കോടി എന്ന് പറയോ? ഒരിക്കലും പറയൂല. അദ്ദേഹം 100 കോടിക്ക് മുകളിലാണ് അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ്. നമ്മൾ അതുപോലെ ആയിരിക്കണം. ഇത് കിട്ടുമെന്ന് വിശ്വസിക്കാൻ ആദ്യം സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ വരുമാനം നോക്കി കഴിഞ്ഞാൽ 1,06,12,800 രൂപ അല്ലെങ്കിൽ 1,07,00,000 റൗണ്ട് ആയിക്കോ. മദർ ഇൻകവും 45,33,600 രൂപ. 4,53,60,000 രൂപയും കൂടി കൂട്ടി ഒരു വർഷം ടോട്ടൽ 5.6 കോടി രൂപ കിട്ടാവുന്ന ഒരു പ്ലാൻ കയ്യിലുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നത് 100% AI അല്ലെ, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇൻകം പ്ലാൻ. എന്താണെങ്കിലും 200 BB മേച്ച് 6,800 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ, 2,000 BB മേച്ചുന്ന സമയത്ത് 29,450 കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സീലിംഗ് അടിക്കുന്ന സമയത്ത്, സീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കട്ട് ഓഫില് മാത്രമല്ല 2 കട്ട് ഓഫിലും സീലിംഗ് അടിക്കുന്ന തരത്തിലേക്ക് ഒരു ടീമിനെ വളർത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരു വർഷം കൊണ്ട് 5.6 കോടി കിട്ടും നമുക്ക്. പക്ഷെ അത് എളുപ്പമാണോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ 10 മണിക്കൂർ പണിയെടുത്തിട്ട് ഇപ്പൊ നമുക്ക് 30,000 രൂപ കിട്ടുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയായി. ഇതിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട്. ഇതില് ബിൽഡിങ്ങിന്റെ പണിക്ക് പോകുന്ന ആളുകളുണ്ട്, പെയിന്റിന്റെ പണിക്ക് പോകുന്ന ആളുകളുണ്ട്, ഷോപ്പിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട്, ടെക്സ്റ്റൈൽസിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളുണ്ട്, ബസ്സിൽ എന്താ പറയാ ഡ്രൈവർ പണിയെടുക്കുന്ന ആളുകളുണ്ട്, കണ്ടക്ടർ പണിയെടുക്കുന്ന ആളുകളുണ്ട്, ഈ കൂട്ടത്തിൽ ടൈലറിങ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ, സ്വന്തമായിട്ട് ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. വലിയ ബിസിനസ്സുള്ള ആളുകളൊന്നും ഇതിനകത്തില്ലല്ലോ. കഫ്റ്റേരിയകൾ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. ഒരു പണിയെടുക്കാൻ തന്നെ പോലത്തെ ആൾക്കാർ ഇതിനകത്തുണ്ട് ഇല്ലേ? ഇതില് അവനവനോട് ചോദിച്ചു നോക്കേണ്ടത്, ഞാൻ എന്റെ നിലവിലുള്ള പണിക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഞാൻ ബയോടെക്കിന് കൊടുക്കുന്നുണ്ടെന്നുള്ള. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. രാവിലെ 10 മണിക്ക് പോയിട്ട്, ഇപ്പം ഗീതാ മേഡം ഇവിടെ, എനിക്കറിയാവുന്ന ഒരു ഉദാഹരണം പറയാം. ഗീത അവിടെ 10 മണിക്ക് ഒരു ഷോപ്പ് കയറുന്നു, വൈകുന്നേരം 6 മണി വരെ ആ സമയത്ത് കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ മുതലാളിയുടെ മുഖം എന്ത് ചെയ്യും? ഇവർ പോകേണ്ട സമയമാണെങ്കിലും ചിലപ്പം ദേഷ്യത്തിലായിരിക്കും. അപ്പൊ 6 എന്നുള്ളത് 7 മണിയാവും. 7 മണിയാകുമ്പോഴത്തേക്ക് ബസ് ഉണ്ടാവില്ല നാട്ടിലേക്കുള്ളത്. ആ ബസ് ഇല്ലാതെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അല്ലെ ഓട്ടോ വിളിച്ച് പോകണം. ഇന്ന് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ കിട്ടുന്ന കൂലി ഓട്ടോ കൊടുക്കാനുണ്ടാവും. അങ്ങനെ പണിയെടുക്കുന്ന ആളുകളുണ്ട് നാട്ടില്. ഇങ്ങനെയുള്ള നമ്മള് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഈ ഓപ്പർച്യൂണിറ്റിക്ക് എന്ത് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം. ഇവിടെ 4 ഫാമിലി ബോണസ് അടിച്ചു കഴിഞ്ഞാല് 6,820 × 4 28,000 രൂപക്ക് അടുത്ത് വരുമാനം കിട്ടും അല്ലെ? 4 ഫാമിലി ബോണസ് അടിക്കാൻ വേണ്ടിയിട്ട് തലകുത്തി നിന്ന് ഈ പറഞ്ഞ കാറ്റഗറിയിൽ നമ്മൾ പണിയെടുക്കുന്ന പോലെ അത്രയും കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ നിങ്ങൾക്കും എനിക്കും.
ഞാനിതൊക്കെ പറയുന്നത് ആരെയും വേദനിപ്പിക്കാനൊന്നുമല്ല, ഞാൻ എന്നെ വേദനിപ്പിക്കാൻ പറയുന്നതാണ് കേട്ടോ. കാരണം ഞാനിത് ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴാണ് എന്റെ ഉള്ളിൽ വേദന ഉണ്ടാവും. അതുകൊണ്ട് വേറെ ആർക്കെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, എക്സ്ട്രീംലി സോറി. പക്ഷെ നമ്മൾ ഈ കേരളത്തില് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനെ അല്ലെങ്കിൽ ഒരു കമ്പനിയെ ഇന്ത്യയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളെ ബീറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ കച്ചകെട്ടി ഇറങ്ങിയ ആളുകൾ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മള്. ഇപ്പൊ 157 ആൾക്കാരാണ് ആകെ ഈ സൂമിലുള്ളത്. ഈ 157 ആൾക്കാർ മതി ഇപ്പൊ ഉള്ള സെയിൽസിന്റെ 10 ഇരട്ടി അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള റിക്രൂട്ട്മെന്റിന്റെ 10 ഇരട്ടി നമുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മളെ തേടി കമ്പനി ഇങ്ങോട്ട് വരും. പക്ഷെ അതിന് നമുക്ക് എന്ത് വേണം? നമുക്ക് ആദ്യം എന്ത് വേണം? നമുക്കൊരു കോൺഫിഡൻസ് വേണം. ഇതിൽ ഗോൾ എഴുതി വെച്ച ആളുകളുണ്ട്, ജീവിതത്തിൽ എന്തെങ്കിലും ഗോൾ എഴുതി വെച്ച ആളുകളുണ്ട് ഇതില്. അവരൊന്ന് ചാറ്റ് ബോക്സിലേക്ക് എന്തെങ്കിലും ഒരു എനിക്ക് ഗോൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ എസ് എന്നോ അല്ലെങ്കിൽ ജി എന്നോ ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാല് ഞാൻ സംസാരിക്കുന്നത് ഗോളുള്ള ആളുകളുടെ അടുത്താണ് എന്ന് എനിക്കറിയാൻ പറ്റും. ഞാനുമുണ്ട്, അജിത മേഡം, മാർട്ടിൻ സാറ്, ജേക്കബ് സാറ്, ലീന സുൽത്ത്, ലീന മേഡം, സലീം സാറ്, സുബിൻ, ജയമോൻ സാർ. ഓക്കെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എഴുതി വെച്ച ഗോളുകളുള്ള ആളുകളുടെ സംസാരിക്കുന്നത്. എഴുതി വെക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യണം അല്ലെ? അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻ. എന്തുകൊണ്ട് നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യുന്നില്ല? ഞാൻ ഒരുപാട് ഗോളുകൾ എഴുതി വെച്ചിട്ടുണ്ട്, പണ്ട് മുതലേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പലതും അച്ചീവ് ചെയ്തിട്ടില്ല. ഞാൻ വലിയ മഹാനൊന്നുമില്ല, ഇക്കാര്യത്തിൽ ഞാൻ എക്സ്പേർട്ട് അല്ല. പക്ഷെ ഞാനിപ്പോ അത് എങ്ങനെ അച്ചീവ് ചെയ്യാന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ആ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു ധൈര്യത്തിന്റെ പുറത്താണ് ബയോട്ടോറിയം ഏറ്റെടുത്ത് ഉള്ള പണി രാജിവെച്ചത്. കാരണം ഞാൻ 3 വർഷം നിലവിലുള്ള പണി പോയിട്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എന്റേതായ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാവും. പക്ഷെ ഭാഗ്യവശാലും നിർഭാഗ്യവശാലും 3-5 വർഷം കഴിഞ്ഞ് ആ പണി നിർത്തി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും മൂഷിക സ്ത്രീ എന്നുള്ള രീതിയിലേക്ക് പോകും. എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് വീണ്ടും സർക്കസ് കളിക്കണം. ചിലപ്പം ബേബി ഒരു പ്രവാസി എന്നുള്ള രീതിയിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ അനാരോഗ്യമായ ഒരു അവസ്ഥയിലായിരിക്കും മിക്കവാറും ഉണ്ടാവുക. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് കാണുന്നല്ലേ. അപ്പൊ ഇവിടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇപ്പൊ മനോജ് സാറുണ്ട്, ഷാജി സാറുണ്ട്, എന്റെ അപ്ലൈൻ ലീഡേഴ്സായ ചന്ദ്രമാഷുണ്ട്, പവിത്രട്ടുണ്ട്, ശോഭ മേഡം ഉണ്ട്, അങ്ങനെ കുറെ ആളുകളുണ്ട്. അപ്പൊ ഇവരുമായിട്ടുള്ള ഒരു കൂട്ടായ്മയില് ഒരു എന്താ പറയാ ഒരു സിങ്കായ സമയത്ത് ഞാൻ പോയിട്ട് രാജിവെച്ച് തിരിച്ചു വന്നത്. ആ ജോലി റിസൈൻ ചെയ്ത് ആ കമ്പനിയായിട്ട് എനിക്ക് ഇപ്പോഴും നല്ല അടുപ്പുണ്ട്. ഇപ്പോഴും കോൺടാക്ട് ചെയ്യും ഓണർ. നിന്റെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ്, ഇവിടുത്തെ എന്താണ് ഈ ബിസിനസിന്റെ സ്ട്രാറ്റജി എന്താണെന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ നാളെ സാറിന്റെ നാട്ടിലാണ്, കൊല്ലത്താണുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം ലൈക്ക് ഇടും. ഞാനവിടെ അവരെ വെറുപ്പിച്ചിട്ട് ഈ വന്നതല്ല. ഇത് പറയാൻ കാരണം ഇപ്പോഴും എന്നോട് ചോദിക്കും, എന്ത് ചെയ്യാ നീ എപ്പോഴാണോ അവിടെ എന്താ പ്രശ്നമുള്ളത് നീ തിരിച്ചു വന്നു പറയും. അപ്പൊ ഞാൻ പറയും ഞാൻ തിരിച്ചു വരില്ല, വരുന്നുണ്ടെങ്കിൽ ഞാനൊരു ടൂറായിട്ട് വരും. എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇത് സാറിന് നല്ലതാണെന്ന് പറയും. കാരണം അവര് ട്രഡീഷണൽ രീതിയിലാണ് ബിസിനസ് ചെയ്യുന്നത്. പല കോംപ്ലിക്കേഷൻസ് ഉണ്ട്, കച്ചവടം ഡള്ളാവും, കൂടും ഡള്ളാവും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് ഇത് കുറയൂല ഒരിക്കലും. പക്ഷെ കുറയാതിരിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ശക്തമായ ടീം ബിൽഡ് ചെയ്യണം. ടീം ബിൽഡ് ചെയ്യണമെങ്കിൽ റിക്രൂട്ട്മെന്റ് നടക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകളായിരിക്കണം നിങ്ങൾ ഓരോരുത്തരുടെ ടീമിൽ നടക്കേണ്ടത്. ഓരോ ആൾക്കും ഒരു ടീം വേണമെന്നതാണ്. അതിനാദ്യം ചെയ്യേണ്ടത് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ്. നല്ല കമ്പനിയാണ്, നല്ല ഇൻകം പ്ലാൻ ആണ്, നല്ല പ്രൊഡക്റ്റുകളാണ്, നല്ല ലീഡേഴ്സ് ആണ്, നല്ല അസോസിയേറ്റ്സ് ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് വ്യക്തമായിട്ട് ഒരു ഗോള്, ഒരു ലക്ഷ്യം തീരുമാനിക്കണം. ആദ്യം ഈ തീരുമാനിക്കലാണ് ഏറ്റവും ഫസ്റ്റ് വേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെയൊക്കെ ഗ്രേറ്റ് ലീഡർ എന്ന് പറയുമ്പോൾ കുറെ ലവ് ലൈനും ക്രോസ് ലൈനും ഒക്കെ ഇതിനകത്തുണ്ട്. എന്റെ പേഴ്സണലി എനിക്ക് അറിയാവുന്ന 2 കാര്യങ്ങൾ, 2 ഉദാഹരണം ഞാൻ പറയാം. ഒന്ന് മനോജ് സാറിന്റെ ലക്ഷ്യങ്ങളിലേക്ക് എന്ത് ചെയ്തു? വളരെ വേഗം 10 മാസം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു?
അച്ചീവ് ചെയ്തു. ഓക്കെ, അദ്ദേഹം സ്ഥലം വാങ്ങി, വീടെടുത്തു. ഇതിൽ വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ടാവും ഇതില്. അവർക്ക് മാത്രമേ വിഷമം. മനോജ് സാർ ഒരുപാട് വിഷമം. രണ്ടാമത് എന്റെ ഒക്കെ ഒരു അപ്ലൈനായി നിൽക്കുന്ന ഷാജി സാറ്, അദ്ദേഹം ഇയോൺ കാർ ഉണ്ടായിരുന്നത് ഒരു ഫുൾ ഓപ്ഷൻ ക്രിറ്റയായി. പിന്നീട് അദ്ദേഹം 4000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഉണ്ടായിരുന്നു അല്ലെ. വീടെടുക്കണം എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് തീരുമാനിച്ച ഒരു സ്ക്രീനിലാരോ ശരി. അങ്ങനെ എന്ത് ചെയ്തു? ആ ഒരു പർട്ടിക്കുലർ മൂമെന്റിൽ ഉണ്ടല്ലോ, അവിടെയാണ് അദ്ദേഹത്തിന്റെ ഗോള് സെറ്റ് ആവുന്നത് മനസ്സിൽ. അങ്ങനെ നിങ്ങൾക്ക് സെറ്റായ ഗോളിൽ ആരെങ്കിലും ഉണ്ടോ? എഴുതി വെക്കുന്ന സമയത്ത് ഞാൻ 100% വാങ്ങും അല്ലെങ്കിൽ നേടിയെടുക്കും എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കാനായി നമുക്ക് പറ്റണം. ഞാൻ എന്തായാലും ഇത് നേടിയേ അടങ്ങും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, 2-3 വർഷം സമയം എടുത്തോ, കുഴപ്പമില്ല. ഡിസൈൻ യുവർ ഗോൾസ് എന്നാണ്. അപ്പൊ അതെങ്ങനെ ഡിസൈൻ ചെയ്യുന്നതാണ്, അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പൊ എന്താണ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് യു വുഡ് ലൈക്ക് ടു അച്ചീവ്. നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യാനുള്ളത്, എന്തെങ്കിലും ഇപ്പൊ നിലവിലില്ലാത്തതാണല്ലോ ഗോളായിട്ട് സെറ്റ് ചെയ്യാം. ഉള്ളതിനെ ഗോൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ. സംതിങ് യു വുഡ് ലൈക്ക് ടു അച്ചീവ്. അപ്പൊ എന്തിനാണ് ഗോൾ എന്നുള്ളതാണ്. The purpose of goals is to give you direction and keep you focused on where you want to end up. എന്ന് വെച്ചാല് ഓരോ ഗോളിനും പർപ്പസ് ഉണ്ടാവും. ഒരുപാട് ഗോളുകളുള്ള ആളുകൾ ഉണ്ടാവും. ഓരോ ഗോളിനും ഓരോ പർപ്പസ് ഉണ്ടാവും. ആ പർപ്പസിലേക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ്, എന്റെ എല്ലാ ടീം മീറ്റിങ്ങിലും NDOP കളും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് എനിക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടാണ്, എന്റെ ലോണ് തീർക്കാൻ വേണ്ടിയിട്ടാണ്, എന്റെ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് നല്ല എന്റെ കാറൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു പർപ്പസ് കൊണ്ട് ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഉളുപ്പുണ്ടാവില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ഇപ്പൊ നിങ്ങൾ പലരും മാർക്കറ്റിലേക്ക് ഇറങ്ങാത്തതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്തിനാ ഇറങ്ങുന്നതെന്ന് അറിഞ്ഞുകൂടാത്തണ്ട. ഞാൻ ഇപ്പൊ 7 മണിന്റെ സൂം കഴിഞ്ഞു. പിന്നെ വല്ലപ്പോഴും 2 പേരോട് പറയും, ഏറ്റവും നമുക്ക് കംഫർട്ടുള്ള ആളുകൾ എടുത്ത്, നിങ്ങൾ പരിചയമില്ലാത്ത സ്ട്രേഞ്ചർ എടുത്ത് പോയിക്കോ. ചന്ദ്രമാഷ് എപ്പോഴും പറയുന്നത് പോലെ സ്ട്രേഞ്ചർ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ്. നിങ്ങളുടെ പർപ്പസ്, അതിനാണ് പർപ്പസ് മനസ്സിലാക്കണം. ഒരു ഗോൾ എഴുതുമ്പോ ഇതിലിരിക്കുന്ന ആളുകൾക്കൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവരിനി റോബോട്ടിക്സും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഫീൽഡിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോ പഠിക്കണമെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ 50 ലക്ഷം ഇപ്പൊ വേണ്ട സ്ഥലത്ത് 1 കോടി രൂപ വേണം. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പർപ്പസിലാണ് നമ്മൾ പറഞ്ഞത്. വ്യക്തമായ ഒരു പർപ്പസ്. എന്റെ മകളെ അല്ല എന്റെ മകനെ 10 വർഷം കഴിഞ്ഞാൽ മെഡിക്കലിന് അല്ലെങ്കിൽ റോബോട്ടിക്സിന് അല്ലെങ്കിൽ AI ടെക്നോളജിക്ക് അല്ലെങ്കിൽ ChatGPTക്ക് ഈ ഒരു ട്രേഡിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ടീം ബിൽഡ് ചെയ്യുന്നത് ചിന്തിക്കാൻ നമുക്ക് പറയണം. അങ്ങനെ പറ്റുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോ പോകുന്നത് ഒരു ഫാമിലി ബോണസ് കിട്ടാനാണ്, രോഗികളെ കാണാൻ പോകുന്നതുകൊണ്ടാണ് നമ്മളെ പ്രശ്നം. എന്റെ 3 വർഷം കഴിഞ്ഞിട്ടുള്ള എന്റെ ഈ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അങ്ങനെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ എത്ര ഉണ്ട് ഇതിൽ എന്നുള്ളത് അവനവരോട് ചോദിച്ചാൽ മതി. ചാറ്റിലൊന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് മാറണം. അപ്പൊ നമ്മൾ വ്യക്തമായിട്ട് ഒരു ഗോൾ എഴുതുന്ന സമയത്ത് ഒരു 3 ടൈപ്പിലുള്ള ഗോളുകൾ നമ്മൾ എഴുതി വെക്കണം. ഒന്ന് ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോള്. നമുക്ക് ഇപ്പൊ ഇമ്മീഡിയറ്റ് നമ്മുടെ ആവശ്യം എന്താണ്, നമുക്ക് ചിലപ്പോൾ ഈ മാസത്തെ ആവശ്യം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് അങ്ങനെ എന്ത് ചെയ്യണം, ഒരു ഷോർട്ട് ടേം ഗോൾ എഴുതി വെക്കുക. അതിനു വേണ്ടി പണിയെടുക്കുക. രണ്ടാമത്തത് ഒരു മിഡ് ടേം ഗോൾ എന്ന് പറയും. അപ്പൊ എന്ന് വെച്ചാൽ ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 9 മാസം കൊണ്ടൊക്കെ നമുക്ക് വേണ്ട ഒരു ഗോൾ വാങ്ങിച്ചെടുക്കേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ 6 മാസം മുന്നേ ഒരു പാവം ഗോൾഡ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് ഗോൾ സെറ്റ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ 60,000 രൂപയ്ക്ക് നമുക്കൊരു ഗോൾഡ് വാങ്ങുമായിരുന്നു. ഇന്ന് നമുക്ക് 1 ലക്ഷം രൂപ വേണം. അന്ന് എഴുതാത്ത ആളുകൾക്ക് ഇന്നൊരു കുറ്റബോധം ഉണ്ടാവും. അതുകൊണ്ട് നാളെ ഒരു കുറ്റബോധം നമുക്ക് ഉണ്ടാവുന്നത് ഇന്ന് തന്നെ എഴുതി വെക്കുക. എന്താണോ നിങ്ങളുടെ ഒരു മിഡ് ടേം ഗോൾ എന്നുള്ളത്. പിന്നെ ഉള്ളത് ഒരു ലോങ് ടേം ഗോൾ ആയിരിക്കണം. എപ്പോഴും ലോങ് ടേം ഗോൾ ഉണ്ടാവണം. പക്ഷെ അത് ഒരു 5 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 3 വർഷം കൊണ്ടോ നേടിയെടുക്കേണ്ട ഒരു ഗോള് വ്യക്തമായിട്ട് എഴുതി വെക്കുക. അതിനാണ് ഏറ്റവും കൂടുതൽ വ്യക്തത വേണ്ടത്. 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് 1 വർഷം കൊണ്ടൊക്കെ നേടേണ്ട ഗോളുകൾ നമ്മൾ മിക്കവാറും നമ്മുടെ കഴിവും കപ്പാസിറ്റിയും വെച്ചിട്ടാണ് എഴുതുക, നമ്മളെ ബുദ്ധി വെച്ചിട്ട്. പക്ഷെ ഒരു 3 വർഷമോ 5 വർഷമോ കഴിഞ്ഞിട്ട് നമുക്ക് നേടിയെടുക്കേണ്ട ഒരു ആഗ്രഹത്തിന് എന്ത് ചെയ്യണം, വളരെ വ്യക്തമായിട്ട് എഴുതി നിങ്ങൾ വിഷൻ ബോർഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടി പണിയെടുക്കരുത്.
ഇത് കേൾക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവും. അതിനു വേണ്ടി പണിയെടുക്കരുത്. നിങ്ങൾ എഴുതുന്ന ഷോർട്ട് ടേം ഗോളും മിഡ് ടേം ഗോളും അച്ചീവ് ചെയ്യാൻ വേണ്ടി പണിയെടുക്കണം. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ആ വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നതാണ്. നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടി ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കട്ട് ചെയ്യണം. നമ്മുടെ ഫോക്കസ് ഇപ്പൊ ലക്ഷ്യത്തിലേക്കാണോ നമ്മുടെ ഫോക്കസ് നോക്കുക. ഫോക്കസ് ഓൺ വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഡോണ്ട് ഫോക്കസ് ഓൺ വാട്ട് യു ഡോണ്ട് വാണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കാണ്ടിരിക്കുക. അതുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് പല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറയും, നിങ്ങൾ എന്ത് ചെയ്യണം, തൽക്കാലം നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ വിജയിക്കാൻ വന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നിലവിലുള്ള മറ്റുള്ള ചുമതലകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരുപാട് ആളുകളുണ്ടാവും പല മത പ്രസ്ഥാനങ്ങളിൽ സെക്രട്ടറിയും പ്രസിഡന്റും, അതേപോലെ തന്നെ ക്ലബിന്റെ ഭാരവാഹിത്വം, പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങള്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ടൂറിന്റെ എന്താ പറയുക കോർഡിനേറ്റർ, ഇങ്ങനെ എന്ത് ചെയ്യും, ഒരുപാട് എന്താ പറയുക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് ഈ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങുന്ന സമയത്തായിരിക്കും നമ്മളെ ആ കൂട്ടായ്മ എന്ന് വിളിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ എന്താ ഈ ഫോക്കസ് മാറിപ്പോകും. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈവൻ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലുള്ള സ്ത്രീകളടക്കം എന്തെങ്കിലും CDS, പിന്നെ ADS, കുടുംബശ്രീ അങ്ങനെയുള്ള ചെറിയ കൂട്ടായ്മ മുതൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3 വർഷത്തേക്കെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് ബിസിനസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇത് തെറ്റായിട്ട് എടുക്കരുത് കേട്ടോ. ലക്ഷ്യത്തിൽ എത്താത്തതിന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ നമ്മളൊരു ഫോക്കസ് ചെയ്തിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ആ ഫോക്കസ് തെറ്റിക്കുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമ്മളിപ്പോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക. നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ആളുകളോടൊക്കെ സ്നേഹത്തോടെ ബൈ ബൈ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക. എന്നിട്ട് വളരെ വ്യക്തമായിട്ട് ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എത്തില്ല. ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ. ഒരുപാട് ടൈപ്പ് ഗോളുകളുണ്ട്. എന്ന് വെച്ചാൽ ചില ആളുകൾ എഡ്യൂക്കേഷൻ ഗോളുകൾ ഉണ്ടാവും, ചില ആളുകൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഗോളുകൾ ഉണ്ടാവും, ചില ആളുകൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ഗോളുകൾ ഉണ്ടാവും, സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഗോളുകൾ ഉണ്ടാവും, കരിയറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും, ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാവും, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും, ജോബ് റിലേറ്റഡ് ഗോൾ ഉണ്ടാവും, പേഴ്സണൽ ആറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും, ഹോബി ആയിട്ടുള്ള ഗോളുകൾ ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ഗോളുകൾ. നിങ്ങൾ ഏത് ഗോൾ വേണമെങ്കിൽ സെറ്റ് ചെയ്തോ. നിങ്ങൾ ഈ ദയവ് ചെയ്ത് ഇതിന്റെ അകത്ത് ഇത്ര രൂപ പണം ഉണ്ടാക്കണം പറഞ്ഞ ഗോൾ സെറ്റ് ചെയ്യരുത്. ഒരു പർപ്പസ് ഉള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യണം. ആ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, വളരെ വ്യക്തമായിട്ട് എഴുതാൻ പഠിക്കണം. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് എപ്പോഴും ഒരു ഫ്രെയിം, ഇത് നിങ്ങൾ ചിലപ്പം മിക്കവാറും കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ സ്മാർട്ട് ഗോൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫ്രെയിം ചെയ്യപ്പെട്ട ഗോളായിരിക്കും. FRAME, ഫ്രെയിം. ഈ ഫ്രെയിം എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഷാജി സാറ്, കോഴിക്കോടുള്ള ഷാജി സാറ്, ഒരു സാധാരണക്കാരൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വം, 4000 സ്ക്വയർ ഫീറ്റിലെ വീട് വെക്കാൻ വേണ്ടി തീരുമാനിച്ച് ഗോൾ സ്റ്റേറ്റ്മെന്റ് എഴുതി വീട് വെക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് എല്ലാവരും വീട്ടിൽ നിന്ന് അടക്കം നാട്ടിലുള്ള ആളുകൾ, സുഹൃത്തുക്കളൊക്കെ എന്ത് ചെയ്തു, കളിയാക്കി. ഇഷ്ടംപോലെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ടാവും. പക്ഷെ കഴിഞ്ഞ മാസം അദ്ദേഹത്തിന്റെ ഹൗസ് വാമിംഗ് നടത്തിയപ്പോൾ അതിൽ ആയിരക്കണക്കിന് ആളുകൾ, 2500 ആളുകളാണ് അവിടെ പങ്കെടുത്തത്. അദ്ദേഹം അത് നേടി എന്നുള്ളതാണ്. ആ നേടുന്ന സമയത്ത് അത് എന്തുകൊണ്ട് നേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗോള് അദ്ദേഹത്തിന്റെ ഭ്രാന്തായിരുന്നു. ശരിയല്ലേ? ഒരു ഭ്രാന്തമായ ലക്ഷ്യം വേണം, ഭ്രാന്തമായ ഗോൾ സെറ്റ് ചെയ്യണം. അതിനാ പറയാ ഫാന്റസൈസ് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യാൻ പഠിക്കണം. മറ്റുള്ളവർക്ക് നമ്മുടെ ഗോള് പറയുന്ന സമയത്ത് അവർക്ക് തോന്നണം ഇവന് വട്ടാണ്, അല്ലെങ്കിൽ ഇവക്ക് വട്ടാണ്. അങ്ങനെ എന്ത് ചെയ്യണം, നമ്മള് ഒരു ഫാന്റസൈസ് പറയാം. എന്നല്ല എന്താ പറയാ, മറ്റുള്ളവർക്ക് വിശ്വസിക്കണം എന്നില്ലല്ലോ, നമ്മൾ വിശ്വസിച്ചാൽ മതി. ചില ആളുകളില്ലേ അങ്ങനെ, ഇതിൽ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ ആളുകൾ. ഒരു വ്യക്തമായ ലക്ഷ്യത്തിൽ ഇതിൽ പല പ്രായത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പൊ 70 വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ട്. നിങ്ങൾ എഴുതണം ഗോള്, 5 രാജ്യങ്ങൾ സന്ദർശിക്കണം ബയോടോറത്തിലൂടെ എന്ന് എഴുതി വെക്കുക. അതിനുള്ള ചങ്കൂറ്റം കാണിക്കുക. എന്നിട്ട് 3 ലക്ഷം വാങ്ങുക, തായ്ലൻഡ് പോവുക. 6 ലക്ഷം വാങ്ങുക, അടുത്ത ടൂർ പോവുക. അടുത്ത 3 ലക്ഷം വാങ്ങുക, അടുത്ത ടൂർ പോവുക. നാട്ടുകാരെ കാണിക്കണം. എന്നിട്ട് ഗോൾ സെറ്റ് ചെയ്യണം. അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണം. അല്ലാണ്ട് നിലവിൽ എന്താ പറയാ, ഒരു 10 ലക്ഷം രൂപ വാങ്ങണം, അതൊന്നല്ല ഗോള്. നിങ്ങള് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് തായ്ലൻഡിലേക്ക് പോകാനുള്ള 3 ലക്ഷം വാങ്ങാൻ വേണ്ടി ഇതിൽ പുതിയ ആളുകൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? നിങ്ങളുടെ കുടുംബത്തിലേക്ക് 3 ലക്ഷം രൂപ വരും.
നിങ്ങളുടെ ടീമിലേക്ക് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം വാങ്ങി ഒരുപാട് ആളുകൾ ഉണ്ടാവും. കുറെ ആളുകളുടെ ഗോൾ സെറ്റായി എന്ത് ചെയ്യും, ഫുൾഫിൽ ചെയ്യും. അങ്ങനെ ഭ്രാന്തമായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക. രണ്ടാമത് റിയാലിറ്റി ഉള്ള ഗോളായിരിക്കണം. ഈ ഭ്രാന്തമായ ഗോളിന് റിയാലിറ്റി ഇല്ലെങ്കിൽ പോയി. അതാണ് രണ്ടാമത് R എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, ഫാന്റസൈസ് ചെയ്തിട്ട് ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് റിയാലിറ്റി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം, നേടാൻ പറ്റണം. മൂന്നാമത് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിം. നിങ്ങൾ എന്ത് ചെയ്യണം, ലക്ഷ്യം വെക്കണം ആ ഗോളിലേക്ക്. അതിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ ഫോക്കസ്. അപ്പൊ എന്തുണ്ടാവും, നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല. ഇതിൽ പല ലീഡേഴ്സ് ഇപ്പൊ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യും, രാവിലെ മുതൽ ഇറങ്ങി എവിടെയാണെ പോയി വർക്ക് എടുക്കും. ആര് വിളിച്ചാലും പോകും. കാരണം ഓരോ ആളും എന്നെ വിളിക്കുന്നത് എന്റെ ലക്ഷ്യത്തിലേക്ക് എനിക്കെത്താനാണെന്നുള്ള ബോധമായി നമുക്ക് വേണം. അതില്ലാത്തതുകൊണ്ടാ പലരും വീട്ടിൽ കിടന്നുറങ്ങുന്നത്. അസോസിയേറ്റ് വിളിക്കുമ്പോൾ കള്ളം പറഞ്ഞിട്ട് വരാതിരിക്കുന്നുണ്ട്. അവർക്ക് ലക്ഷ്യമില്ല, അവർക്ക് ഫോക്കസും ഇല്ല. അതേസമയത്ത് ഇതിൽ ഒരുപാട് ലീഡർമാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് കണ്ണൂരാണെങ്കിൽ നാളെ തിരുവനന്തപുരത്തായിരിക്കും, മറ്റന്നാള് കാസർഗോഡായിരിക്കും, അതിന്റെ പിറ്റേ ദിവസം കോഴിക്കോടായിരിക്കും, അതിന്റെ പിറ്റേ ദിവസം ആലപ്പുഴയിലായിരിക്കും. എന്താ അവർക്ക് വട്ടായിട്ടാ? അവർക്ക് വട്ടാക്കിയ ഒരു ഗോൾ അവരുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ തിരിച്ചറിയുന്ന എപ്പോഴാണോ ആ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടാവും. അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു ഗോൾ സ്റ്റേറ്റ്മെന്റ് ഉള്ള ഗോൾ ഉള്ളിൽ തീയായി നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ പറ്റൂ. വിദ്യാഭ്യാസവും പ്രായവും ഒന്നും പ്രശ്നമല്ല. അടുത്തത് അതിനൊരു മെത്തേഡ് ഉണ്ടായിരിക്കണം. M എന്ന് പറഞ്ഞ മെത്തേഡ്. ഈ ഗോളിലേക്ക് എത്താൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ അപ്ലൈനായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ലീഡറായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യണം, വ്യക്തത വരുത്തണം. എനിക്ക് 5 ലക്ഷം രൂപ അടുത്ത ഡിസംബറിൽ വേണം, അല്ലെങ്കിൽ ഈ ഡിസംബറിൽ വേണം, അടുത്ത മാസം വേണം. എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് എനിക്കൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് എനിക്കൊരു സ്ട്രാറ്റജി പറഞ്ഞു തരണം എന്ന് നിങ്ങൾ ലീഡറായിട്ട് ഇരുന്ന് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്ത് ചെയ്യും, കുറെ കാര്യങ്ങൾ എഴുതരും. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നല്ല ട്രെയിനേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു മെത്തേഡ്, ഒരു രീതി ഉണ്ടാക്കിയെടുക്കണം. ഡെയിലി എന്ത് ചെയ്യണം, ലാസ്റ്റ് വാക്ക് ഫ്രെയിമിന്റെ ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എല്ലാ മണിക്കൂറിൽ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഇത് എളുപ്പമല്ല. നിങ്ങൾ കഴിഞ്ഞ മാസം ഒരു ഗോൾ സെറ്റ് ചെയ്തു. കഴിഞ്ഞ മാസം പല ട്രെയിനിങ്ങിലും പല ഗോളുകൾ സെറ്റ് ചെയ്ത ആളുകൾ എന്റെ മുന്നിലിരിക്കുന്നത്. കഴിഞ്ഞ മാസം മുതൽ ഇന്ന് വരെ ഈ ഗോളിലേക്കുള്ള ഫോക്കസ് തെറ്റിയ തരത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് അത് കട്ട് ചെയ്യണം. എന്നിട്ട് ആ ഗോളിലേക്ക് എത്താൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നും എവിടെ ഞാൻ എത്തി എന്നും ഇതിലേക്ക് ഈ പോക്ക് പോവുകയാണെങ്കിൽ ഞാൻ എപ്പോ എത്തും എന്നുള്ള ഇവാലുവേഷൻ നടത്തണം. അങ്ങനെ ഒരു ഫ്രെയിം, അതിനാണ് ഈ ഫ്രെയിം എന്ന് പറയുന്നത്. ഈ ഫ്രെയിമിലായിരിക്കണം നമ്മുടെ ഗോള്. ഈ ഗോളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എത്താത്തതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. എത്താത്തത്, ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒന്ന് ഫിയർ ഓഫ് ഫെയിലിയർ. ഇതിൽ പലർക്കും ലക്ഷ്യം എഴുതി വെക്കും, മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പേടിച്ചിട്ട് ഇറങ്ങൂല. എന്റെ ലക്ഷ്യം പറയാൻ പേടി. ഞാനത് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഇവരെന്നെ കളിയാക്കില്ലേ, ഇല്ലെങ്കിൽ എന്റെ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങുന്ന സമയത്ത് പരാജയപ്പെട്ടു പോയാലോ എന്നുള്ളൊരു പേടിയുണ്ട്. പരാജയപ്പെട്ടിട്ടില്ലേ ഉള്ളത്, ഇനി എന്ത് പേടിക്കാനാണ്? അങ്ങനെ ചിന്തിച്ച പോരെ. എന്തൊക്കെ പരാജയം കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയത്? എത്രയോ പ്രാവശ്യം ജനിച്ച് 2.5 മാസമാകുമ്പോൾ നടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് വീണ് തോറ്റ് ഇവിടെ എത്തിയ നമുക്ക് ഇനി എന്ത് പേടിക്കാനാണ്? കയ്യും കാലും ഇല്ലേ? പണിക്ക് പോയിക്കൂടെ പറ ഇത് തോറ്റാല്? ഞാൻ അങ്ങനെയാ ചിന്തിക്കുന്നത്. ഞാൻ 3 കൊല്ലം ഇതിന്റെ അകത്ത് സർക്കസ് കളിക്കും. നടക്കുന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു എന്റെ പണിക്ക് പോകും പറ. അങ്ങനെ ചിന്തിച്ചുവിടെ നിങ്ങൾക്ക്. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് 3 കൊല്ലം വേസ്റ്റ് ചെയ്യണോ? ഞാൻ പറയുമ്പോൾ നെഗറ്റീവായിട്ട് നിർക്കണ്ട കേട്ടോ. ഈ ചെയ്യാണ്ട് ഇരുന്നിട്ട് പേടിച്ചിട്ട് ഇരുന്നിട്ട് എന്താ കാര്യമുള്ളത്? 3 കൊല്ലല്ലേ ചോദിക്കുന്നത്. 1000 ദിവസം 100% ആത്മാർത്ഥയോടുകൂടി കമ്മിറ്റ്മെന്റോടുകൂടി നമുക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റിയാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കാട്ട് അപ്പുറത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. രണ്ടാമത് ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നിട്ടില്ല അതൊക്കെ നിങ്ങളുടെ പ്രതിബദ്ധത ഇല്ലാത്തതുകൊണ്ടായിരുന്നു. പ്രതിബദ്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഏറ്റെടുത്തതിന് വേണ്ടിയിട്ട് മരിക്കും, രക്തസാക്ഷിയാവും. ചുരുക്കി പറഞ്ഞാൽ പ്രതിബദ്ധത ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ വളരെ കംഫർട്ടായിട്ട് 3 നേരം ഇപ്പോഴും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല, പല ഡിസ്ട്രിബ്യൂട്ടറെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി.
മൂന്നാമത്തത് പ്രോക്രാസ്റ്റിനേഷൻ. വളരെ ഭംഗിയായി ഇന്നലെ സൂസമ്മ മേഡം ഞാൻ സംസാരിച്ചു. മാറ്റിവെക്കുന്ന സ്വഭാവം കട്ട് ചെയ്യാൻ പഠിക്കും. അത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താതിരിക്കാൻ സഹായിക്കും. അടുത്തത് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷനാണ്. ഒരു ബോധവും ഇല്ലാണ്ട് ലക്ഷ്യം നിർണയിക്കുന്നു. അത് വേണ്ടെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ആദ്യം എന്ത് ചെയ്യാൻ പറ്റും, നേടാൻ പറ്റുന്ന ഗോളുകൾ എഴുതി വെച്ച് നേടിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓരോ ലെവൽ കഴിയുമ്പോൾ അച്ചീവ് ചെയ്തോളൂ. ലക്ഷ്യങ്ങൾ നേടി വലിയ ലക്ഷ്യങ്ങൾ നേടിയ ആളുകളൊക്കെ എന്താ പറയാ ഒരിക്കലും നടക്കില്ല എന്ന് എല്ലാവരും വിചാരിച്ച കാര്യങ്ങളാണ്. വിമാനം കണ്ടുപിടിച്ചത് അതുവരെ ആരും സ്വപ്നം പോലും കാണാത്തത് അല്ലെ, ചന്ദ്രനിലേക്ക് പോയത് അല്ലെ. അങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല. പക്ഷെ തുടക്കത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് നേടി നമ്മളെ മനസ്സിനെ പഠിപ്പിച്ച് കൊണ്ടുവരണം. ഈ ഒരു ലക്ഷ്യം എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായ കാര്യം ഓവർ തിങ്കിങ്. ഈ ലക്ഷ്യത്തിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യും, നെഗറ്റീവായിട്ട്. പോസിറ്റീവായിട്ട് നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തളർന്നു പോകും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ കൂടെയുള്ള അപ്ലൈ പറയും നിനക്ക് വട്ടം. ചിലപ്പോ ആ വാക്ക് കേട്ടതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, ഫുള്ളായിട്ട് തളരും. അങ്ങനെയുള്ള അപ്ലൈസ് ഉണ്ട് അല്ലെ, അങ്ങനെയുള്ള അസോസിയേറ്റ്സ് ഉണ്ട്, അങ്ങനെയുള്ള കുടുംബത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. നമ്മുടെ സൗഹൃദ അല്ലെ സർക്കിളിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അവരൊക്കെ നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പിടിച്ചു നിൽക്കാൻ പറ്റണം. നമ്മുടെ ലക്ഷ്യം നമ്മൾ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെടണം. ലാക്ക് ഓഫ് പേഷ്യൻസ്, ക്ഷമയില്ലാത്തത് നിങ്ങളെ ലക്ഷ്യത്തിലെത്താൻ എന്ത് ചെയ്യും, താമസിപ്പിക്കും. ലക്ഷ്യത്തിലെത്തൂല എന്ന് പറയുന്നില്ല, പക്ഷെ എന്തിനൊരു ക്ഷമമാണ്. ആളുകളോട് സംസാരിക്കുന്നത് അടക്കം അതിന് ക്ഷമമാണ്. ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഇല്ലാതായി പോകുന്ന സമയത്ത് എപ്പോഴും ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ആളുകളായിട്ട് മാറാൻ വേണ്ടിയിട്ട് കിട്ടുന്ന എല്ലാ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. കോൺഫിഡൻസ് കുറയാതെ ചോരാതെ എപ്പോഴും നോക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ശോഭാ മേഡം ഒരു ഗോൾ സെറ്റ് ചെയ്തു. ആ ഗോള് ശോഭാ മേഡത്തിന് ഒരു എക്സൈറ്റ്മെന്റ് കൊടുക്കുന്നില്ലെങ്കിൽ ആ ഗോള് നേടൂല. ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള ഗോൾ എഴുതാൻ പഠിക്കണം. പിന്നെ അത് ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ഉമിക്ക് തീ പിടിച്ചതുപോലെ എന്ത് ചെയ്യണം, അതിങ്ങനെ തീ പിടിക്കണം. എപ്പോഴും ഊണിലും ഉറക്കിലും നടക്കുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ ഇതെങ്ങനെ നേടാം എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ഗോൾ എത്തൂ. പലർക്കും അത് ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ഗോൾ സെറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടൊന്നും അച്ചീവ് ചെയ്യാത്തത്. ലാക്ക് ഓഫ് ഫോക്കസ്, ലാക്ക് ഓഫ് ക്ലാരിറ്റി, ലാക്ക് ഓഫ് സപ്പോർട്ട് കിട്ടില്ല. ഇവിടെ നല്ലൊരു കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഇവിടെ ഉണ്ട്. നിങ്ങൾ സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്ന് ആദ്യം വിശ്വസിക്കണം. നിങ്ങൾ സിസ്റ്റത്തിനെ കുറ്റം പറയുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിച്ചിട്ട് സിസ്റ്റത്തിന്റെ കോഡ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി എളുപ്പത്തിൽ വിജയിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫോർ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഗോൾ, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം കേട്ടോ. ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തു. എന്റെ ഒരു ഗോളുമായിട്ട് ഞാൻ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. എന്റെ കമ്മ്യൂണിക്കേഷൻ കണ്ടവന്റെ ഒക്കെ റീൽസ് കാണുന്നതിലേക്ക് മാറുമ്പോ, അല്ലെങ്കിൽ അനാവശ്യമായ സംസാരങ്ങളിലേക്ക് പോകുമ്പോ, അനാവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോ ഈ ഗോള് ഒരു സെക്കൻഡറി ആയി പോയത് കൊണ്ടാണ് പലരും ഗോൾ അച്ചീവ് ചെയ്യാത്തത്. നമ്മൾ എപ്പോഴും രാവിലെയും വൈകുന്നേരവും സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഗോൾ ഒരു ഗോൾ ഉണ്ടല്ലോ, നിങ്ങളെ ഉള്ളിലൊരു ഗോൾ ഉണ്ടാവല്ലോ. നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യണം, നിങ്ങളെ ഗോളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമേ അത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് ക്ലിയർ അല്ലാത്ത ഗോളുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ഇന്ന് ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇത് എങ്ങനെ നേടണം, എങ്ങനെ ഞാൻ എഴുതണം എന്നൊക്കെ അത് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ലീഡേഴ്സിന്റെ അടുത്ത് എന്ത് ചെയ്യുക, ഇരുന്ന് എക്സ്ക്യൂസ് എന്ത് ചെയ്യും, നിങ്ങളെ ഗോൾ അച്ചീവ് ചെയ്യുന്നത് തടയുന്നുള്ളതാണ്. അച്ചടക്കമില്ല, ലാക്ക് ഓഫ് ഡിസിപ്ലിൻ നിങ്ങളെ ലക്ഷ്യത്തിലെത്തുന്നതിൽ തടയും. ഇത്രയും കാര്യങ്ങൾ മാറ്റിവെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ഈസിയായി ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റും. നമ്മൾ ലക്ഷ്യം നേടാത്തതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡിഡിന്റ് ട്രാൻസ്ലേറ്റ് ഗോൾസ് ഇൻ ടു ഡെയിലി ആക്ഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. 1,00,000 രൂപ ഈ മാസം ഈ 30 ഡേയ്സിന്റെ ഉള്ളിൽ വാങ്ങണമെങ്കിൽ അതിനെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ട് ഈ 3 ദിവസം കൊണ്ട് ഞാൻ 10,000 ഉണ്ടാക്കും. അടുത്ത 3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഞാൻ 4 പേരെ റിക്രൂട്ട് ചെയ്യും. നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കും. ഈ 4 പേരുടെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ 8 പേരെ ഞാൻ റിക്രൂട്ട് ചെയ്യും. ഈ 8 പേരുടെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ
രണ്ട് 16 ആൾക്കാരെ റിക്രൂട്ട് ചെയ്തു. അപ്പൊ ഒരു മാസം ഇതിനു വേണ്ടി മാത്രം പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളത് എഴുതി കൂട്ടാൻ ഈസി അല്ലേ? 50 PV 9,800 സെയിൽ എടുത്തിട്ട് എഴുതി കൂട്ടിക്കും. അത് വെച്ചിട്ട് എഴുതി കൂട്ടിക്കും. ഫാമിലി ബോണസ് എന്താ പറയാ, ഫാമിലി കിറ്റ് അവിടെ ക്ലോസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് എക്സ്ട്രാ ബെനിഫിറ്റ്. അങ്ങനെ എഴുതി കൂടെ എങ്ങനെ ലക്ഷ്യമുള്ള ആളുകൾക്ക്? ഇല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഒരു 3 മാസം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ട ഗോളാണെങ്കിൽ ആദ്യത്തെ ഒരു മാസം ഞാൻ എത്ര % ഞാൻ കവർ ചെയ്യും എന്നുള്ള രീതിയിൽ എഴുതാൻ നോക്കുക. അപ്പൊ എന്ത് ചെയ്യും നമ്മൾ വെച്ചാല് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡെയിലി ആക്ഷൻ പ്ലാൻ എഴുതി വെച്ച് ആ ഗോളിന് വേണ്ടി എഴുതി വെച്ച് അതിനു വേണ്ടി പണിയെടുക്കാൻ തയ്യാറായാൽ ഇപ്പോൾ ഉള്ളതിന്റെ 10 ഇരട്ടി വേഗത്തിൽ ആ ഗോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും ഇതിന് ട്രാക്ക് ചെയ്യൂല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കറക്റ്റ് എഴുതി വെക്കണം, വ്യക്തമായ ട്രാക്കിലായിരിക്കണം. ഒന്നും കൂടി റിമൈൻഡ് ചെയ്യുന്നതിനാ വെച്ചാല് ഒരു ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്ത ഒരു ഗോളും ആരും അച്ചീവ് ചെയ്യില്ല. അത് അച്ചീവ് ചെയ്യാൻ സമയം എടുക്കും ചില ആൾക്ക് എന്തായിപ്പോവും, അത് പല വഴിക്ക് വിട്ടുപോകും, നമ്മളോട് മറന്നുപോകും. പലപ്പോഴും ഗോൾ എന്താന്ന് മറന്നുപോകും. എന്നിട്ട് വീണ്ടും അടുത്തൊരു ട്രെയിനറുടെ ക്ലാസ്സിൽ 6 മാസം കഴിയുമ്പോൾ വീണ്ടും അവിടെ ഇരുന്ന് പുതിയ ഗോൾ ചെയ്യുന്ന ആളുകളാണ് ഇതിൽ പലരും. പഴയ ഗോൾ എന്താന്ന് പോലും ഓർമ്മയില്ലാണ്ട് പുതിയ ഗോൾ ചെയ്യുന്ന ആളുകളാണ് പല ട്രെയിനിങ്ങിൽ കാണുന്ന ആളുകൾ. ഗോൾ ആണെങ്കിൽ എന്തുണ്ടാവും, അത് ഒരു തീ ആയിട്ട് ഉള്ളിൽ നിന്ന് നീറിപ്പോകണം. അത് ഏത് പാതിരാത്രി വിളിച്ചു കഴിഞ്ഞാലും, ഇനി നമ്മളങ്ങ് വെന്റിലേറ്റർ കിടക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എന്ത് വേണം, ആ ഒരു ഗോൾ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ ഭൂമിക്ക് തീക്കത്ത് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ കത്തുന്നുണ്ടെങ്കിൽ ദൈവം പോലും നമ്മുടെ കൂടെ നിൽക്കുന്ന. അതുകൊണ്ടാണ് പലരും മരണത്തിന്റെ വക്കിലെത്തിയിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ട് മരിച്ചു പോകുന്നത്. ചില വീടുകളിൽ പേരക്കുട്ടിയുടെ കല്യാണം കാണാൻ വേണ്ടിയിട്ട് അതിയായിട്ട് ആഗ്രഹിച്ചിട്ട് 90, 95, 100 വയസ്സ് കിടന്ന് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം മരിച്ച ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അവരുടെ ഗോളാണ്, അവരുടെ ലക്ഷ്യമാണ്. അങ്ങനത്തെ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആ തരത്തിലേക്കുള്ള ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യാൻ പറ്റണം. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക്ക് വേ ആയിരിക്കില്ല. നമ്മൾ ഇന്ന് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു സെറ്റ് ചെയ്തു എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരാള് പറയുന്ന കേട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരാള് വേറെന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഈ ഒരു സ്ട്രാറ്റജി ഒക്കെ മാറ്റി മറ്റേ ആള് പറയുന്നത് കേൾക്കാൻ പോകും. നമുക്കൊരു എന്തുണ്ടായിരിക്കണം, ഉള്ളിലൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം, ഇതിൽ ഞാൻ വിജയിക്കും എന്നുള്ളത്. ആ തരത്തിലേക്ക് എന്ത് ചെയ്യണം, ഒരു കറക്റ്റ് ഒരു തന്ത്രം വേണം. സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതിനാൽ ഒരു തന്ത്രം. നമ്മൾ ആക്ഷൻ പ്ലാന് എഴുതുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, അവിടെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു കറക്റ്റ് ഒരു സ്ട്രാറ്റജി ഉണ്ടായാൽ ഞാൻ ഇന്ന മാസം ഇവിടെ കവർ ചെയ്യും, ഇന്ന മാസം ഇവിടെ കവർ ചെയ്യും, ഇന്ന മാസം ഇവിടെ കവർ ചെയ്യും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ചുരുക്കി പറഞ്ഞാൽ ഒരു ലക്ഷ്യമായ ഒരു ഗോൾ ഉണ്ടായിരിക്കണം, അതിനൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം, അതിന് വ്യക്തമായ പ്ലാനിലായിരിക്കണം, അതിന് എന്താ പറയാ നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള എന്തൊക്കെ സാധ്യതകളുണ്ടോ അതൊക്കെ പഠിക്കണം. അസാധ്യമായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്നത്. ഇത് നേടാതിരിക്കാൻ എന്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈവൻ നമ്മൾ സെയിൽസ് ക്ലോസിങ്ങിന് ഒരു വീട്ടിൽ കയറുന്ന സമയത്ത് അവിടെ കൊടുത്ത് പൈസ വാങ്ങാൻ ചിന്തിക്കുന്നവരെ അയാൾ വാങ്ങാതിരിക്കാൻ എന്തുണ്ട് എന്ന് നോക്കിയിട്ട് നമ്മളെ വീട്ടിൽ കയറുക. നമ്മൾ തന്നെ പറയും നമ്മളെ കൂടെ വന്ന അപ്ലൈനോട്, അദ്ദേഹത്തിന് പൈസ ഇല്ല പിന്നെ കൊടുക്കാം, പിന്നെ കൂട്ടിക്കൊണ്ടുണ്ടല്ലോ അങ്ങോട്ടേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ലക്ഷ്യം നിർണയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ബേക്കോട്ട് പോകാതെ, ഇല്ലെങ്കിൽ അത് നിർണയിക്കാതെ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ കാറ്റത്ത് പറക്കുന്ന പട്ടം പോലെ ഇതേപോലെ ജീവിച്ചങ്ങ് പോവാ. വേറെ വഴിയൊന്നുമില്ലല്ലോ, എന്തായാലും ജീവിക്കും, ഒരു ദിവസം മരിക്കും. നമ്മുടെ ഗോൾ സെറ്റിംഗ് സമയത്ത് എപ്പോഴും നിങ്ങൾ കേട്ട ഒരു ക്ലീഷേ ആയിട്ടുള്ള സാധനമാണ് സ്മാർട്ട് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, റിലവന്റ് ആയിരിക്കണം, ടൈം ബേസ്ഡ് ആയിരിക്കണം. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടൈം ബേസ് ആയിരിക്കണം. എന്റെ മുന്നിൽ ഒരു 3 വർഷമുണ്ട്. ഈ 3ാമത്തെ വർഷം ഞാൻ നേടാൻ പോകുന്ന ഗോളിനെ കുറിച്ച് എനിക്ക് ക്ലാരിറ്റി ഉണ്ട്, എനിക്കതിൽ ഫോക്കസ് ഉണ്ട്, എനിക്കതിന് സ്ട്രാറ്റജി ഉണ്ട്, എനിക്കതിന് പ്ലാൻ ഉണ്ട്. നിങ്ങൾക്കത് ഉണ്ടാവണം. അങ്ങനെ അതിൽ വിജയിക്കോ പരാജയപ്പെടുമോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പണിയെടുക്കാൻ പറ്റൂല. പണിയെടുക്കുക. MD കഴിഞ്ഞ മീറ്റിംഗ് പറഞ്ഞ കാംകരോ ബായി എന്ന് പറഞ്ഞു, കാംകരോ പണിയെടുക്കും. അതുപോലെ പണിയെടുക്കുക. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങളെ ഗോളുകളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി
എളുപ്പത്തിൽ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് പേപ്പറും പെന്നും എടുത്ത് എഴുതേണ്ടത് നിങ്ങളെ ഗോളല്ല. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഗോൾ എഴുതി. ഓക്കെ, എല്ലാ ഗോളിനും ചിലപ്പോൾ 2-3 ഗോളൊക്കെ സെറ്റ് ചെയ്ത ആളുകളുണ്ടാവും. എല്ലാ ഗോളിനും ഒരു ഡെഡ് ലൈൻ ഡേറ്റ് ഇടോ. അത് റിയലിസ്റ്റിക് ആയിരിക്കണം കേട്ടോ. ഡെഡ് ലൈൻ ഡേറ്റ് ഇടോ. എന്നിട്ട് അടുത്ത പേജിൽ എഴുതേണ്ടത് ഈ ലക്ഷ്യം നേടാൻ വേണ്ടി എന്റെ മുന്നിൽ എന്ത് തടസ്സമുണ്ടെന്ന് എഴുതാൻ പഠിക്കണം. ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ഹൗ വിൽ യു ഓവർകം. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. എനിക്ക് പ്ലാൻ പറയാൻ അറിയില്ല, അത് നിങ്ങളെ തടസ്സമാണ്. എനിക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, തടസ്സമാണ്. എനിക്ക് സെയിൽസ് ക്ലോസിങ് അറിയില്ല, തടസ്സമാണ്. എനിക്ക് പബ്ലിക്കായിട്ട് പ്രസന്റേഷൻ നടത്താൻ അറിയില്ല, തടസ്സമാണ്. 10 പേരോട് വളരെ ഭംഗിയായി ഈ പ്രൊജക്റ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി BOP സെന്ററിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റുന്നില്ല, നിങ്ങളുടെ തടസ്സമാണ്. ഇങ്ങനെ ആദ്യം എന്ത് ചെയ്യുക, അവനവനെ ആദ്യം അനലൈസ് ചെയ്യുക. എന്റെ ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ, തക്ലീഫ് അല്ലെ, എന്റെ ബുദ്ധിമുട്ടുകൾ എന്താന്ന് ആദ്യം എഴുതി വെക്കാൻ പഠിക്കണം. അങ്ങനെ എഴുതി വെച്ച ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയം. അങ്ങനെ എഴുതി വെച്ചാൽ അതിലുള്ള സെയിൽസ് ക്ലോസിങ് എന്റെ ബുദ്ധിമുട്ടാണ്. അപ്ലൈൻ ലീഡറോട് പറയാ, എന്നെ ഒന്ന് പഠിപ്പിച്ചു തരണം. ഓക്കെ, എനിക്ക് പ്ലാന് പറയാൻ എനിക്കറിയില്ല, ഒന്ന് പഠിപ്പിച്ചു തരണം. എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അത് പഠിക്കാൻ വേണ്ടി ആദ്യത്തെ ഒരു മാസം ഉപയോഗിക്കണം. എവിടെയൊക്കെ ട്രെയിനിങ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ യൂട്യൂബിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഫിസിക്കലാണെങ്കിലും ട്രെയിനിങ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ഓൺ യുവർ സെൽഫ്. പൈസ കൊടുത്തിട്ട് പഠിക്കാൻ പോണം. കാരണം ഈ മേഖല പുതിയതല്ലേ. അപ്പൊ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. വലിയ ലക്ഷ്യങ്ങളുള്ള ആളുകളൊക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, സ്കില്ല് എന്ത് ചെയ്യണം, പഠിച്ചെടുക്കുക. തടസ്സങ്ങൾ എഴുതി വെക്കുക ആദ്യം, എന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. ഇപ്പോഴും നമുക്ക് ബോധ്യമില്ല എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ എന്റെ കഴിവുകേടുകൾ എന്താന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും കഴിവിലേക്ക്. വളരെ ഈസിയാണ്, വലിയ കാര്യങ്ങളൊന്നും പഠിക്കാനൊന്നുമില്ല. മൂന്നാമത്തത്, ആളുകള്, അസോസിയേറ്റ്സ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന, അയാളെ കൂടെ കിട്ടിയാൽ ഞാൻ വിജയിക്കുമെന്ന് തോന്നുന്ന തരത്തിലുള്ള ആളുകളെ അടുത്ത പേജിൽ ലിസ്റ്റിൽ എഴുതി വെക്കുക. അത് നിങ്ങളെ പഠിപ്പിച്ച ടീച്ചർ ആയിരിക്കും, നിങ്ങൾ കണ്ടൊരു മെന്റർ ആയിരിക്കും, നിങ്ങൾ കണ്ടൊരു ട്രെയിനർ ആയിരിക്കും, നിങ്ങളുടെ അപ്ലൈ ലീഡർ ആയിരിക്കും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അയാൾ നമുക്കൊരു കാരണമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ പേര് എഴുതി വെക്കുക. എന്നിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ഒന്ന് സംസാരിക്കാൻ നോക്കുക. എന്നെ ഒന്ന് ട്രെയിൻ ചെയ്ത് തരണം, എനിക്ക് ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ട്, പറഞ്ഞൂടെ. നെയിം ഓഫ് പീപ്പിൾ ഓർ അസോസിയേറ്റ്സ് ഹു വിൽ ഹെൽപ്പ് യു ടു അച്ചീവ് യുവർ ഗോൾസ്. അടുത്തത് നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, ഹാബിറ്റ്സ്, സ്ട്രാറ്റജീസ് ടുവാർഡ്സ് യുവർ ഗോൾസ്. അടുത്ത പേജിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ അറിവുകൾ ആവശ്യമുണ്ട്, എന്തൊക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, എന്തൊക്കെ തരത്തിലുള്ള മനോഭാവങ്ങൾ ഞാൻ മാറ്റണം, എന്തൊക്കെ ശീലങ്ങൾ ഞാൻ തുടങ്ങണം. രാവിലെ എണീക്കണം. ഇതിലുള്ള ആകെ 155 ആൾക്കാരല്ലോ ബയോട്രെയിനിങ് ചെയ്യുന്നത്, 155 ആൾക്കാരല്ലോ. പക്ഷെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ വേഗത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ രാവിലെ എണീക്കുന്ന ശീലമുള്ളവരാണ്. ഒരുപാട് സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യണം, ഒരു സ്ട്രാറ്റജി, ഇതൊക്കെ നിങ്ങളുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടി ഇതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കും. ഞാൻ ഒന്നും കൂടി വായിക്കാം. ദ നോളജ്, അറിവുകൾ എന്തൊക്കെ വേണം, എന്തൊക്കെ സ്കില്ല് വേണം, എന്തൊക്കെ മനോഭാവം ഞാൻ മാറ്റണം, എന്തൊക്കെ ശീലങ്ങൾ ഞാൻ തുടങ്ങണം. ഇപ്പൊ ഇല്ലാത്ത ശീലങ്ങളുണ്ട്. മാർക്കറ്റിൽ പോകുന്നില്ല, ആളുകളോട് പറയുന്നില്ല, വൺ ടു വൺ കൊടുക്കുന്നില്ല, പ്ലാന് പറയുന്നില്ല, പ്രൊഡക്റ്റ് നോളജ് ഇല്ല. ഇതൊക്കെ പഠിച്ചെടുക്കണം. അടുത്ത പേജിൽ എഴുതി വെക്കേണ്ടത് യുവർ പ്ലാൻ ഓഫ് ആക്ഷൻ. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഒരു പേപ്പറിൽ എഴുതുക. പിന്നെ ഈ എഴുതി വെച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക, ട്രാക്ക് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ലാസ്റ്റ് പോയിന്റ്, ആസ്ക് യുവർ സെൽഫ് അബൌട്ട് യുവർ ഗോൾസ്. നിങ്ങൾ എഴുതി വെച്ച ഗോള് എന്റെ ഗോളല്ലല്ലോ, നിങ്ങളെ ഗോളല്ലേ. ഞാൻ എഴുതി വെച്ചത് എന്റെ ഗോളാണ്. ഞാൻ എല്ലാ ദിവസവും എന്നോട് ചോദിക്കണം എന്റെ ഗോളിലേക്കുള്ള എന്റെ പ്രവർത്തനങ്ങൾ എവിടെ എത്തി എന്നുള്ളത്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോരുത്തരും
അവനവൻ എഴുതി വെച്ച ഗോൾ, ആ ഗോള് എവിടെ എത്തി, എപ്പോ എത്തും എന്ന് ദിവസം ചോദിച്ചു നോക്കും. എല്ലാ ദിവസവും അവനവനോട് ചോദിക്കാൻ പഠിക്കും. അങ്ങനെ ചോദിച്ച് പഠിക്കുന്ന സമയത്താണ് നമ്മൾ ഈസി ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഫോക്കസ് ഓട്ടോമാറ്റിക് ആയിട്ട് അതിലേക്ക് വരും. ആ സമയത്ത് കുറെ കൂടി ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ നിങ്ങളെ ആക്ഷൻ പ്ലാൻ ഒക്കെ മാറും. ചുരുക്കി പറഞ്ഞാല് നിങ്ങൾ എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത് ആദ്യത്തെ പേജിൽ എന്താണ് ഗോള്, ഷോർട്ട് ടേം, മിഡ് ടേം, ലോങ് ടേം ഗോൾ എഴുതി വെക്കുന്നു. രണ്ടാമത് അതിനൊക്കെ ഒരു ഡെഡ് ലൈൻ എഴുതി വെക്കുന്നു. മൂന്നാമത്തെ പേജിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ട് അതിനെന്നുള്ള എഴുതി വെക്കുന്നു. കാരണം തടസ്സങ്ങളെ മാറ്റിയിട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. നാലാമത് ഈ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ, ഈ ഗോളിലേക്ക് എത്താൻ വേണ്ടി എന്നെ സഹായിക്കാൻ പറ്റുന്ന ആളുകളുടെ ലിസ്റ്റ് എഴുതി വെക്കുന്നു. അത് ബയോട്ടോറിയം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർ ആവണമെന്നില്ല. നമുക്ക് ഗൈഡൻസ് തരാൻ പറ്റുന്ന ആരെയും നമുക്ക് കൂട്ടുപിടിക്കാം. കാരണം നമ്മളെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം നമ്മൾ ഇത് ഫുൾഫിൽ ചെയ്തേ പറ്റും. കാരണം ഒന്നുകിൽ എന്താ പറയാ, ഡു ഓർ ഡൈ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കണം നമ്മൾ ഒരു ലക്ഷ്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ. പിന്നീട് എന്ത് വേണം, ഞാൻ എന്തൊക്കെ നോളജ്, എന്തൊക്കെ സ്കില്ല്, എന്തൊക്കെ ഹാബിറ്റ്, എന്തൊക്കെ സ്ട്രാറ്റജി ഈ ഗോളിൽ നേടാൻ വേണ്ടി ഞാൻ ഡെവലപ്പ് ചെയ്യണം എന്ന് അടുത്ത പേജിൽ എഴുതി വെക്കുക. അടുത്ത പേജിൽ പ്ലാൻ ഓഫ് ആക്ഷൻ എഴുതി വെക്കുക. പിന്നീട് ഇതിനെ ട്രാക്ക് ചെയ്യുക. സ്വയം എല്ലാ മിനിറ്റിലും നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എവിടെ എത്തി, എന്താക്കുന്നു. പ്ലാൻ ദ ഗോൾസ് ബിഗർ ദാൻ യുവർ കപ്പാസിറ്റി. ഒരു മാസം 30,000 വാങ്ങാൻ വേണ്ടിയിട്ട് ബയോട്ടോറിയം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു മാസം 8 ലക്ഷം രൂപ കിട്ടുന്നതിൽ ഒരു 3.5 ലക്ഷം രൂപയെങ്കിലും വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യും. ആദ്യം 3.5 ലക്ഷം രൂപയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാനിങ്ങിലായിരിക്കണം നമ്മളെല്ലാവരും, ഞാനടക്കം. 3.5 ലക്ഷം ഒന്നും എനിക്കും കിട്ടുന്നില്ല. ഞാൻ പക്ഷെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 കൊല്ലം ആകുമ്പോഴേക്കും എല്ലാ ദിവസവും സീലിംഗ് അടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു ടീമിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഗോൾ. നിങ്ങൾക്ക് അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ തരത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളൊരു കൂട്ടായ്മയായിട്ട് വളരെ എത്തിക്കലായി ഒരു നല്ല എന്താ പറയാ, ഒരു മോറലായിട്ടുള്ള കുറെ ആളുകളുടെ ഒരു കൂട്ടായ്മ കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്ത്, തിരുവനന്തപുരത്ത് ഒരാൾക്ക് 1 കോടി കിട്ടുമ്പോൾ കാസർഗോഡുള്ള ആള് അസൂയയോടെ കാണാത്ത, കാസർഗോഡുള്ള ആള് തിരുവനന്തപുരത്ത് എന്റെ സുഹൃത്തിന് 1 കോടി കിട്ടി എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുന്ന തരത്തിലേക്ക് മാനസികമായി വളർച്ചെത്തുന്ന ഒരു സമൂഹമായി ബയോട്ടോറിയം ചെയ്യുന്ന ആളുകൾ മാറിയാൽ, സാഗർ ജോഷി സാറ് അദ്ദേഹത്തിന്റെ വിഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതിയ പോലെ 2027 ആകുമ്പോഴേക്കും 1000-ൽ കൂടുതൽ ആളുകൾക്ക് ഞാൻ 1 കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനം നേടിക്കൊടുക്കുമെന്ന് അദ്ദേഹം നമ്മുടെ വെബ്സൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് കിട്ടാവുന്ന ഏറ്റവും മോസ്റ്റ് മോഡേൺ നാനോ ടെക്നോളജിയും ബയോടെക്നോളജി ഉപയോഗിച്ചുള്ള മനുഷ്യന്റെ ശരീരത്തിൽ അസുഖങ്ങൾ വരാതിരിക്കാൻ, ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും ഞാൻ മാർക്കറ്റ് ചെയ്യുമെന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ലാസ്റ്റ് പറഞ്ഞത് കാശ്മീർ മുതൽ കേരളം വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള മൂല്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഞാൻ എൻ്റെ വെബ്സൈറ്റിലൂടെ, എൻ്റെ ഡിസ്ട്രിബ്യൂട്ടറിലൂടെ എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ നഗരങ്ങളിലും, എല്ലാ ഗ്രാമങ്ങളിലും, എല്ലാ വീട്ടിലേക്കും എത്തിക്കുമെന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുന്ന ഒരു മാനേജിംഗ് ഡയറക്ടറുള്ള ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഐഡിയ എടുത്തിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ വിഷനൊപ്പം നിന്ന്, അദ്ദേഹത്തിന്റെ വിഷന്റെ ഒപ്പം നിന്നുകൊണ്ട് നമുക്കൊരു ഗോൾ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, 1000 ദിവസം നിങ്ങൾ ഊണും ഉറക്കും കുടുംബവും ഒക്കെ മാറ്റിവെച്ച് ഇതിനു വേണ്ടി പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ, 3-ാമത്തെ വർഷം നമ്മൾ ഇതേപോലെ ഒരു സൂമില്, അന്ന് സൂം ആയിരിക്കില്ല, അന്ന് വെർച്വൽ റിയാലിറ്റിയിലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരിക്കും. അന്ന് നമ്മൾ ഓൺലൈനിലൂടെ തന്നെ നമ്മൾ ഷെയ്ക്കേണ്ടി കൊടുക്കും, ഓൺലൈനിലൂടെ തന്നെ ഹഗ് ചെയ്യുന്ന കാലം വരികയാണ്. ആ ഒരു സമയത്ത് നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ടാവും. ഇന്ത്യയിലെ അതിസമ്പന്നരായ ആളുകളുടെ കൂടെ ആയിരിക്കും നമ്മുടെ സഹവാസം. നമ്മുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് മാറിയിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ സ്റ്റാറ്റസ് മാറിയിട്ടുണ്ടാവും. ഇത് തിരിച്ചറിയണമെങ്കിൽ 2 വാക്കിന്റെ ഇടയിലുള്ള ഒരു വാക്ക് മാത്രം മതി. ബി എന്ന് പറയുന്ന ഒരു വാക്ക് വെർത്താണ്. നിങ്ങൾക്ക് ഒരു കൺട്രോളും ഇല്ല. നിങ്ങൾ ആരോടും ചോദിച്ചിട്ടല്ല ജനിച്ചത്. നിങ്ങൾ അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ട് ഞാൻ ജനിക്കട്ടെ എന്ന് ചോദിച്ച് ജനിച്ചതല്ല. ഒരു കൺട്രോളും ഇല്ലാതെ നിങ്ങൾ ജനിച്ചതാണ്.
നിങ്ങൾക്ക് ഇന്ന തരത്തിലുള്ള ശരീരം വേണം, ഇന്ന മൂക്ക് വേണം, ഇന്ന കണ്ണ് വേണം, ഇന്ന ചുണ്ട് വേണം എന്ന് ആലോചിച്ച് ഉറപ്പിച്ചിട്ട് ജനിച്ചു വന്ന ആൾക്കാരല്ല നിങ്ങൾ. നിങ്ങൾ പക്ഷെ യുണീക്കാണ്. ബി എന്ന് പറയുന്ന ബർത്തിന്റെ ലാസ്റ്റ് ഡെത്തിലേക്ക് പോകുന്ന സമയത്ത് ഡി അല്ലെ, ഡെത്ത്, അതും നമ്മുടെ കൺട്രോളിലല്ല, എപ്പോഴും മരിച്ചു പോകും. ഈ കൺട്രോൾ ഇല്ലാത്ത രണ്ട് വാക്കിന്റെ ഇടയിൽ കിടന്ന് കാണിക്കുന്ന സർക്കസ് ആണ് ജീവിതം. അപ്പോ ബി എന്ന് പറയുന്ന ബർത്തിന്റെയും ഡി എന്ന് പറയുന്ന ഡെത്തിന്റെ ഇടയിൽ ഒറ്റ അക്ഷരമുള്ള അത് സി ആണ്. ആ സി എന്ന് പറഞ്ഞാൽ ചോയ്സ് ആണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചോയ്സ് ആണ്. എന്റെ ജീവിതം എന്റെ ചോയ്സ് ആണ്. ഇത് എങ്ങനെ ജീവിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ശക്തമായ രീതിയിൽ, വ്യക്തമായ രീതിയിൽ, വളരെ എന്താ പറയുക, സത്യസന്ധമായി നല്ല രീതിയിൽ ഇവിടെ ജീവിച്ച് നല്ല രീതിയിൽ ഇവിടെ ഒരു മുദ്ര പതിപ്പിച്ചിട്ട് ഇവിടുന്ന് പോകാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങളുടെ ലക്ഷ്യം സാധൂകരിക്കാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് എന്താണെന്ന് ഇതുവരെ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഒരു പർപ്പസോടുകൂടി ബയോടൂറിസം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന്, അതിനുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് സർവശക്തം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സർ. സൂപ്പർ. ഏതൊരാൾക്കും ഗോൾ സെറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് സാർ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു സർ. ഇതൊന്നും അറിയാണ്ട് ഇതൊക്കെ ഒരു വലിയൊരു ഗോൾ അച്ചീവ് ചെയ്ത ഒരാളാണ്. ഈ നിയമങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്റെ മകൻ ചെറിയ പ്രായത്തെ എന്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു തീ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ അവന് ഒരു ഫോഴ്സിൽ ഒരു ജോലി കിട്ടണമെന്നുള്ള ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോ അവന് ചെരുപ്പ് ഇടിയിച്ചു കൊടുക്കുമ്പോൾ വരെ, അവൻ വലുതായാല് ഇടേണ്ട ഷൂവിന്റെ കളറ് വരെ, ഇതൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെയൊക്കെ കാണണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അതുവരെ കണ്ടു. അങ്ങനെ തന്നെ ഒരാളെ കണ്ടുമുട്ടുമ്പോ, ഒരു ഫോഴ്സിലൊക്കെ ജോലിയുള്ള ഒരാളെ കണ്ടുമുട്ടുമ്പോ എന്റെ ഇങ്ങനെ ആയിരിക്കണം ഒക്കെ ഞാൻ അങ്ങനെയായിരുന്നു ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ആ കാര്യം എയർഫോഴ്സുകാരനായി മാറുകയും ചെയ്തു. ഈ റിക്രൂട്ട്മെന്റിന്റെ ഇതൊക്കെ എന്നിലേക്ക് എത്തിയത് ഇപ്പൊ വളരെ വിചിത്രമായിട്ടാണ്. ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത ആളാണ്. സമയം വൈകിയോണ്ട് ചുരുക്കി പറയാണ്. ഇത് ഇന്ന് പറയണമെന്ന് തോന്നിയോണ്ട് പറയാണ്. കാരണം ഗോൾ സെറ്റിംഗ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവം കൂടി പറയാണ്. അപ്പോ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുകയില്ല. ഞാനൊരു നേഴ്സറി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴക്കന്ന് വരുന്നതുകൊണ്ട് അതിരാവിലെ അവിടെ എത്തേണ്ടതുകൊണ്ട് ഭക്ഷണം കൊണ്ടുപോയില്ലായിരുന്നു. അപ്പം ഹോട്ടലിൽ നിന്ന് പൊതിച്ചോറായിട്ട് വാങ്ങിക്കൊണ്ടുവരാം. അപ്പൊ ആ പേപ്പറിലാണ് അത്. ഭക്ഷണം കഴിച്ച് ഞാൻ ചുരുട്ടി കളഞ്ഞില്ല. ആ പേപ്പർ എടുത്തു വെച്ച് കുറച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആ പേപ്പർ നോക്കുന്നത്. അതിലാണ് കാണുന്നത് വയനാട്ടില് ഇന്ന ദിവസം എയർഫോഴ്സിന്റെ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അങ്ങനെ ആ പേപ്പർ വീട്ടിൽ കൊണ്ടുവരികയും വീട്ടിൽ മോനെ കാണിക്കുകയും എൻ്റെ ഏട്ടൻ ഒരു ആർമി റിട്ടയർഡ് ആണ്, ഓരോട് പറയുകയും അവര് ഈ വയനാട്ടിൽ ആ റിക്രൂട്ട്മെന്റിന് പോവുകയും എൻ്റെ മോന് കിട്ടുകയും ചെയ്യാണ്. പിന്നെ മെഡിക്കല് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം സെറ്റ് ആകുകയും എൻ്റെ ഏച്ചിയും ഏട്ടനും ഞാനുമുള്ള കുടുംബത്തില് 5ാമത്തെ ഏറ്റവും ഇളയ ആളാണ് എൻ്റെ മോനാണ്. 18 വയസ്സാകുമ്പോഴത്തേക്ക് ജോലി കിട്ടി. ഇന്നവൻ ബാംഗ്ലൂര് എയർഫോഴ്സിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ നമ്മള് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ഉറപ്പായിട്ടും ഈ പ്രകൃതി തരും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പൊ ഞാൻ വലിയൊരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉറപ്പായിട്ടും നടക്കും. അത് നടന്നതിന് ശേഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സമയം ഒരുപാട് വൈകി, എനിക്ക് പണിക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ ഗ്രേറ്റ് ലീഡർ മനു സാറെ ഇൻവൈറ്റ് ചെയ്യാം. പ്ലീസ് വെൽക്കം മനു സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ശോഭ മാം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്ന വിജയാശംസകൾ നേരുക. നമ്മളെല്ലാം പ്രിയങ്കരനായ മോട്ടിവേറ്റർ ട്രെയിനർ മിനീഷ് സാറാണ് നമ്മളായിട്ട് സംവദിച്ചത്. ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. നമ്മുടെ ജീവിതത്തിൽ തന്നെ പരാജയപ്പെടുന്നത് ഒരു ലക്ഷ്യബോധമില്ലാത്തത് കൊണ്ടാണ്. അതാണ് ഇവിടെയും അദ്ദേഹം സൂചിപ്പിച്ചത്. നമ്മൾ ഡാൻസ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുമ്പോൾ വലിയ സ്വപ്നങ്ങളായിട്ടാണ് നമ്മൾ വരുന്നത്.
പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ഇഷ്ടപ്പെട്ടു, അത് ഷെയർ ചെയ്തു, ആളുകൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് മറ്റൊരു വശം. ഇതിലൂടെ നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എന്തുകൊണ്ട് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല? എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോളിലേക്ക് എന്തുകൊണ്ട് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല? ഇങ്ങനെയുള്ള ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ? അല്ലെ, പലതും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എത്താൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ എത്താൻ വേണ്ടി സാധിക്കാത്തത്? അപ്പൊ അതിനെക്കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് മിനി സാർ ഇവിടെ സംസാരിച്ചത്. അതായത് നമുക്കത് കഴിയും എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു ബിലീഫ് സിസ്റ്റം നമുക്ക് മനസ്സിലേക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. എത്തിയില്ലെങ്കിലും എത്തും, എനിക്ക് സാധിക്കും എന്ന് 100 തവണ ആവർത്തിച്ച് പറയുമ്പോഴാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുള്ളൂ. അങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ സ്വപ്നങ്ങളിൽ, ഇപ്പൊ ശോഭാ മാഡം പറഞ്ഞ പോലെ അല്ലെ, ഒരു ഭക്ഷണപ്പൊതിയിൽ നിന്ന് കിട്ടിയ പത്രത്തിലൂടെ അവിടെ നടക്കുന്ന റിക്രൂട്ട്മെന്റ് മനസ്സിലാക്കുകയും അവിടെ ചെല്ലാൻ തോന്നുകയും അവിടെ സെലക്ഷൻ നടക്കുകയും 18ാമത്തെ വയസ്സിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. അത് അല്ലെ, ഒരു അമ്മ ആഗ്രഹിച്ച അതേ ജോലി തന്നെ മകന് കിട്ടുകയും വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് ആ കൊച്ചിപ്പോ നല്ലൊരു വീടൊക്കെ വെച്ചു, ആ വീട്ടിലൊക്കെ പോയി താമസിച്ച ആളാണ് ഞാൻ. ഇപ്പൊ അതിനുശേഷം അതിന്റെ മുകളിലേക്കുള്ള പണി നടക്കുകയാണ്. ഇപ്പൊ അടുത്ത വർഷം എന്തായാലും അവന്റെ കല്യാണം ഉണ്ടാവും, ആ കല്യാണത്തിന് എന്തായാലും നമ്മളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിലുള്ള ഒരു സ്വപ്നം ആലോചിച്ച് നോക്കിയേ, നേടാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ മനസ്സിനെ നമ്മൾ ബലപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതാണ്. അത് നമുക്ക് പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ വിജയത്തിലേക്ക് വരുള്ളൂ. ആവർത്തിച്ച് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എനിക്ക് സാധിക്കും എന്ന് നിങ്ങൾ ബലപ്പെടുത്തുക എന്നുള്ള ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്. ആര് പോയാലും എന്ത് പോയാലും ഏത് ടീം വന്നാലും ഏത് ടീം പോയാലും നിങ്ങൾ പ്രതീക്ഷയോടെ ചില ആളുകളെയൊക്കെ കൊണ്ടുവരുന്നതിലേക്ക്, പക്ഷെ അവര് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ നിർത്തിപ്പോയെന്ന് വരും അല്ലേ. അങ്ങനെയൊന്നും നമ്മൾ തളരേണ്ട ആവശ്യമില്ല. അവരുണ്ടെങ്കിൽ ഞാനിപ്പം വലിയ സംഭവമായ ഒന്നും ചിന്തിക്കേണ്ട. അതൊക്കെ ഈ പ്രകൃതി നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ സത്യസന്ധമായ വഴിയിലൂടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത് പ്രകൃതി നേടിത്തരും. അപ്പൊ അവിടെ സ്വാർത്ഥത ഉണ്ടാവരുത്. അതാണ്, സ്വാർത്ഥത വന്നാൽ ഇതെല്ലാം പോകും കേട്ടാ. മറ്റുള്ളവന് കിട്ടേണ്ടത് നമ്മൾ വെട്ടിപ്പിടിക്കാനോ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് നമ്മൾ നേടിയെടുക്കാനോ ശ്രമിക്കരുത്. നമുക്ക് അർഹതപ്പെട്ടതിനെ മാത്രം നമ്മൾ വളർത്തിയെടുക്കുകയും മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് അവർക്ക് കൊടുക്കുകയും വേണം അല്ലെ. അതാണ് ഇപ്പൊ നമ്മൾ പ്രകൃതിയിൽ കാണാം. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കുറെ വന്നിട്ട് ആര് തിന്നും? പക്ഷികൾ തിന്നും, കിളികൾ തിന്നും അല്ലേ, അണ്ണാൻ തിന്നും അല്ലേ. ഇതൊക്കെ അവർക്കും കൂടി അവകാശപ്പെട്ടതല്ലേ. അപ്പോ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമുള്ളതല്ല, അവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതിനെ നിങ്ങൾ വിട്ടുകൊടുക്കുകയും നിങ്ങൾക്കുള്ളതിനെ നിങ്ങൾ ചേർത്ത് പിടിക്കുകയും സത്യസന്ധമായ വഴിയിലൂടെ നല്ലൊരു ഗോള് സെറ്റ്, അതായത് ഒരു ഫോക്കസ്, വിജയത്തിലേക്കുള്ള ഒരു ഫോക്കസ് നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് എനിക്ക് പറയാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ടൈം ബൗണ്ടായിട്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ളത്. സമയത്തിന് ഇവിടെ പുല്ലുവിലയാണ്. ഒരു പ്രാധാന്യം ഇങ്ങനെ എഴുന്നേക്കുന്നു അല്ലെ, തോന്നുമ്പോ എഴുന്നേക്കും, തോന്നുമ്പോ കിടക്കും, തോന്നുമ്പോ പറയും, തോന്നുമ്പോ സിനിമ കാണും അല്ലെ, തോന്നുമ്പോ TV കാണും, തോന്നുമ്പോ ഇങ്ങനെ റീൽസ് നോക്കും. സമയത്തിന് വാല്യൂ കൊടുക്കാത്ത ആളുകൾ ജീവിതത്തിൽ വിജയിക്കില്ല. വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം. സമയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. പണം നഷ്ടപ്പെട്ടാലും നമുക്ക് എന്തെങ്കിലും രീതിയിൽ പണം ഉണ്ടാക്കാം. ടൈം ബൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ടൈം ഈസ് മണി എന്ന് പറയുന്നത്. ഇപ്പൊ എന്നെ കേൾക്കുന്ന പലരും പ്രായമുള്ളവരുണ്ട് ഇല്ലേ. പ്രായമൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എല്ലാവരും ചെറുപ്പക്കാരികളും തന്നെയാണ്. പ്രായം നമ്പറാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ എന്നാലും ഇപ്പൊ 40 വർഷം ഇനി ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? 40 വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു അല്ലേ, ഒരു 40 വയസ്സുണ്ടെങ്കിൽ 40 വർഷം ആക്റ്റീവായിട്ട് 80 വയസ്സായി. അപ്പൊ 40 വർഷം നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആകെ ഉണ്ടാകുക എത്ര ദിവസം എന്നറിയോ? 14,600 ദിവസമാണ്. മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്നവരെല്ലാം 40 വയസ്സുകാരാണെന്ന് കൂട്ടിക്കോ. 40 വർഷം നിങ്ങൾ ആക്റ്റീവായിട്ട് പണിയെടുക്കുകയാണ് രാപ്പകലില്ലാതെ എന്ന് പറഞ്ഞാൽ 80 വയസ്സ് വരെ അല്ലെ. ബാറ്ററി ആയതുകൊണ്ട് നമുക്കൊക്കെ ചെയ്യാം. അപ്പൊ 14,600 ദിവസമേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ. അത് കഴിയുമ്പോൾ നമ്മുടെ എല്ലാം കട്ടനങ്ങ് മാറും. മനസ്സിലായ? യവനികൾക്കുള്ളിലാവും. ഇനി 30 വർഷമാണെങ്കിൽ അത് വീണ്ടും 10,950 ദിവസമാവും ഇല്ലേ. 60 വയസ്സുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അത് വെറും എത്രയായിട്ട് മാറും? 80 വയസ്സ് വരെ കൂട്ടുകയാണെങ്കിൽ 7,300 ദിവസമായിട്ട് മാറും.
ഇപ്പൊ ആലോചിച്ച് നോക്കണം. ഇപ്പൊ 40 വർഷം തന്നെ എടുത്തോ, എല്ലാവരും ചെറുപ്പക്കാരാ. ഇപ്പൊ 40 വർഷം എടുത്താൽ നമുക്ക് കിട്ടുന്നത് 14,600 ദിവസമാണ്. ഒരു ദിവസത്തിന് 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂർ നമ്മൾ പണി ചെയ്യോ? ഇല്ല അല്ലെ? അതിൽ കൂടി വന്ന 8 മണിക്കൂർ കിട്ടുമായിരിക്കും. ബാക്കിയെല്ലാം അതും ഇതൊക്കെ ആയിട്ട്. അപ്പൊ 14,600 ദിവസത്തിനെ വീണ്ടും 3 കൊണ്ട് ഹരിക്കുക അല്ലെ? ബാക്കി 8 മണിക്കൂർ നമ്മൾ പ്രവർത്തിക്കുള്ളൂ. ബാക്കി ഉറക്കം വേണം, കുറ്റം പറയാൻ നടക്കണം, സിനിമ കാണാൻ നടക്കണം, ഇല്ലേ? ഇലക്ഷന് മത്സരിക്കാൻ നിൽക്കണം, എന്നിട്ട് തോറ്റ് നാറണം, ഇല്ലേ? ഇങ്ങനെ പലതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 14,600 നമ്മൾ 3 ഡിവൈഡ് ചെയ്ത് എത്രയുണ്ടാവും അല്ലേ? 4,000 ദിവസത്തിന്റെ അടുത്തേ വരുള്ളൂ. 4 16 4 12 5 കൂട്ടി 5 വരില്ല. 4,000 ഇത്രയും ദിവസം ഇനി ജീവിതത്തിലുള്ളൂ കേട്ടാ. വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ദിവസം എന്ന് പറയും. പേടിയാവുന്നുണ്ടല്ലേ? ഇത്രയും ദിവസമേ ഉള്ളൂ. 14,600 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അത്രയേ ഉള്ളൂ, 4,000 സംതിങ്. ആലോചിച്ച് നോക്കണം നമ്മള്. എന്നിട്ടാണ് നമ്മൾ ഈ സമയത്തെ പാഴാക്കി കളഞ്ഞത്. അപ്പൊ ഇന്ന് കാണേണ്ട ആളെ ഇന്ന് തന്നെ ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇന്ന് തന്നെ പോയി കണ്ട് സംസാരിച്ച് അവിടെ നിന്ന് അത് ക്ലോസ് ചെയ്ത് അവരെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്കൊരു ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ട് അവർക്കൊരു വിശ്വാസം ഉണ്ടാക്കിക്കൊണ്ട് കോൺഫിഡൻസ് ഉണ്ടാക്കിക്കൊണ്ട് ആ കോൺഫിഡൻസ് ആണ് നമ്മൾ കൊടുക്കുന്ന കോൺഫിഡൻസ് ആണ് അവരെ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അവര് ബിസിനസ്സിൽ ഇറങ്ങിയാൽ മാത്രമാണ് നമ്മുടെ ഗോളുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. സ്വർണം അല്ലേ? നിങ്ങളെ ഗോൾ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അല്ലാണ്ട് വെറുതെ നടക്കുന്നുണ്ട് വീട്ടിൽ കിടന്നുറങ്ങിയാലൊന്നും ഒരു കുന്തവും നടക്കാൻ വേണ്ടി പോകണില്ല. അപ്പൊ നടക്കുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ രൂഢമൂലമാകുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ടീമിലേക്ക് ഇറങ്ങും. നിങ്ങൾ ടീമിലേക്ക് ഇറങ്ങിയിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിങ്ങളുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് നല്ലൊരു വഴി എന്നുള്ള നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണ്ടേ, വീടിന്റെ കടം തീർക്കണ്ടേ, ഇല്ലേ? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. വീടില്ലാത്തവരുണ്ടാവും, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ടാവും. അതിനൊരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പ്രൂവണാണ്. വിജയിച്ച ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇത് ലീഗലാണെന്ന് പറഞ്ഞൊരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കുമ്പോ അവരുടെ മനസ്സിൽ നല്ലൊരു ലഡു പൊട്ടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഗോളുകൾ എന്താവുള്ളൂ, സെറ്റ് ആവുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഗോൾ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് നടക്കും, ഗോൾ സെറ്റൊന്നും ആവില്ല. അങ്ങനെ നിങ്ങളുടെ കൂടെ വരുന്ന 100 ആളുകൾക്ക് പ്രതീക്ഷ കൊടുക്കാൻ വേണ്ടി പറ്റണം. അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം ചാർത്തി കൊടുക്കാൻ വേണ്ടി സാധിക്കണം നിങ്ങൾക്ക്. അപ്പോഴാണ് അവർ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മുടെ ടീമിലുള്ള ആളുകളെ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ എളുപ്പത്തിൽ നമുക്ക് ഗോളുകൾ സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ എപ്പോഴും ഇവിടെ മിനി സാർ പറഞ്ഞ ഗോളുകൾ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ അച്ചീവബിൾ ആയ ഗോളുകൾ മാത്രമാണോ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ വേണ്ടി. ഈ മാസം ഞാൻ 1,00,000 രൂപ മേടിക്കും, നടക്കൂല അത് അല്ലെ? നടക്കുന്ന ആളുകളുണ്ടാവും, എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അത് നേടിയില്ലെങ്കിൽ നിങ്ങൾ എന്തായി മാറും? ഡെസ്പാവും ഇല്ലേ? അതുകൊണ്ട് ആദ്യം ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യുക ഫസ്റ്റില്. എന്നിട്ട് എന്ത് ചെയ്യണം? അതോടൊപ്പം തന്നെ വലിയ ഗോളുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. അതാണ് ഇവിടെ മിനി സാറ് സൂചിപ്പിച്ച കാര്യം. എത്ര വലിയ ഗോളുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഒരു സംശയം വേണം. എന്റെ കാര്യം പറഞ്ഞു, ഞാനന്ന് ഓഫീസിൽ പോയപ്പോ 3 കോടി എന്നാ സാറിന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ പറയും 100 കോടി എന്നാണ്. 100 കോടി നടക്കുവോ? കാണിച്ചു തരാൻ പറ്റും. മനസ്സിലായ? ഒരു വാശിയിലാണ് ഞാൻ, അപ്പോ 2030 ആകുമ്പോഴേക്കും നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഒരു 1000കണക്കിന് കോടീശ്വരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ദൗത്യവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നല്ലൊരു ഗോളുകൾ സെറ്റ് ചെയ്യുക. അതിനുവേണ്ടി പണിയെടുക്കണം. പണിയെടുക്കാതെ ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ വിയർപ്പ് കൊണ്ട് ഭക്ഷിക്കാനാണ് അല്ലെ ജീസസ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് പണിയെടുക്കണം. ഇവിടെ സ്മാർട്ട് വർക്ക് മതി. ഇവിടെ ഹാർഡ് വർക്ക്, കരിങ്കല്ല് ചുമക്കുന്ന പണിയൊന്നും ഇല്ല. ഇവിടെ സ്മാർട്ട് വർക്ക് മതി. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് ടീമിന് വേണ്ട മോട്ടിവേഷൻ കൊടുത്ത് അറിവ് കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ എത്ര വലിയ ഗോളുകൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു സംശയം വേണ്ട. അപ്പൊ ഞാൻ കൂടുതലൊന്നും നീട്ടുന്നില്ല, ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് വലിയ സ്വപ്നങ്ങളായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഇറങ്ങാൻ വേണ്ടി സാധിക്കട്ടെ. ഇന്ന് കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇന്ന് മുതൽ നിങ്ങൾക്കൊരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ.
ചെറിയ ചെറിയ ഗോളുകൾ ആദ്യം സെറ്റ് ചെയ്യുക, പിന്നെ മന്ത്ലി ഗോളുകൾ സെറ്റ് ചെയ്യുക, പിന്നെ ഇയർലി ഗോളുകൾ സെറ്റ് ചെയ്യുക, പിന്നെ 5 വർഷം കഴിയുമ്പോൾ ഗോൾ സെറ്റ് ചെയ്യുക. ക്ലിയർ ആയ ഞാൻ പറഞ്ഞത്? വീക്കിലി ഗോളുകൾ ഈ ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ന് നിങ്ങൾ തീരുമാനം എടുക്കണം. ഈ ആഴ്ച ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ വാങ്ങിക്കും. ഒരു തീരുമാനം എടുക്കും, ഇപ്പോഴും തീരുമാനം എടുക്കണം. ക്ലിയർ ആയ? അല്ലാണ്ട് ഈ കഥയും കേട്ടിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ലൈക്ക് അടിച്ചിട്ടും കാര്യമില്ല. ഇന്ന് നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കും. അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് ഞാൻ ഈ ബയോട്ടോറിയത്തിലൂടെ ഇത്ര രൂപ വാങ്ങിക്കും, അല്ലെങ്കിൽ എന്റെ ജീനിയസിലും വിന്നേഴ്സിലുള്ള ആളുകൾക്ക് ഞാൻ ഇത്ര രൂപ വാങ്ങിച്ചു കൊടുക്കും. ഇന്നൊരു തീരുമാനം എടുക്കും. ഇപ്പൊ നവംബർ തീരുകയാണ്, ഡിസംബർ 31 ഞാൻ ഇത്ര രൂപ വാങ്ങിക്കും. എന്റെ ജീനിയസിലുള്ള ആളുകൾക്ക് ഇത്ര രൂപ വാങ്ങിച്ചു കൊടുക്കും, എന്റെ വിന്നേഴ്സിലുള്ള ആളുകൾക്ക് ഇത്ര രൂപ വാങ്ങിച്ചു കൊടുക്കും. മനസ്സിലായ? തീരുമാനം എടുത്തിട്ട് ഇറങ്ങിയാൽ മതിയല്ലേ? അതുകൊണ്ട് ഒരു വർഷം കൊണ്ട് അടുത്ത 2026 ആകുമ്പോഴേക്കും ഞാൻ ഇന്ന ഗോളുകൾ സെറ്റ് ചെയ്യും. വീട് വാങ്ങിക്കും, കാറ് വാങ്ങിക്കും, സ്ഥലം വാങ്ങിക്കും. ഗോളുകൾ എഴുതി വെക്ക്, 2026 ഗോളുകൾ. 2030 ആകുമ്പോഴേക്കും നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? അപ്പൊ ആരെയും കാണാൻ പറ്റില്ല, എല്ലാവരും ഫ്ലൈറ്റിലായിരിക്കും, UK-യിലായിരിക്കും, കാനഡയിലായിരിക്കും, ഓസ്ട്രേലിയയിലായിരിക്കും, US-ലായിരിക്കും ഇല്ലേ? നമ്മളൊരു പ്രോഗ്രാം വിളിക്കുമ്പോൾ നിങ്ങൾ അവിടുന്ന് ഫ്ലൈറ്റിന് ഇങ്ങോട്ട് വരുന്ന ആ രംഗം ആലോചിച്ച് നോക്കുകയാണ്. മനസ്സിലായ? അപ്പൊ ഈ രീതിയിൽ നല്ലൊരു വിഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം. അപ്പൊ ആ ഗോളുകൾ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ ഇന്ന് നമുക്ക് എറണാകുളത്ത് നമ്മുടെ ഡോക്ടർ സുമേഷ് സാറ്, അതുപോലെ തന്നെ രമേശ് സാറ്, മിനീഷ് സാറ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ ട്രെയിനിങ് സെഷൻ നടക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് ആ പ്രോഗ്രാം ആരംഭിക്കും. നിങ്ങൾക്ക് നല്ലൊരു വെൽനസ് അഡ്വൈസർ എങ്ങനെ ആകാൻ വേണ്ടി സാധിക്കും? നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോളുകൾ എന്തുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല, അത് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അതിനുള്ള സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു നല്ലൊരു ഗോൾ സെറ്റിംഗ് കൂടി ഉൾപ്പെടുന്ന ഒരു നല്ലൊരു മെഗാ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കുന്നത്. അതുകൊണ്ട് 9:30 തന്നെ എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യാം. ഷാർപ്പ് 10 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. 4 മണിയോടുകൂടി പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യും. അപ്പൊ വിജയിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ട്രെയിനിങ് സെഷനിലൊക്കെ പങ്കെടുക്കണം. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കുറച്ച് പൈസ യാത്ര ചെയ്യാനും അതിന്റെ ട്രെയിനിങ് ഫീസ് കൊടുക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ചെലവാക്കണം. അതുകൊണ്ട് കിട്ടിയ കാശ് മുഴുവൻ അവിടെ ബാങ്കിൽ വെച്ചാലൊന്നും പണി നടക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഇന്ന് ആ പ്രോഗ്രാം സെന്ററിലേക്ക് ഒരു 100 രൂപ കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്നാണ്. കൊടുക്കാൻ ആളുകൾക്ക് ഭയങ്കര മടിയാ, മേടിക്കാൻ ഭയങ്കര സന്തോഷ. മനസ്സിലായ? അപ്പൊ ആദ്യം കൊടുത്തു പഠിക്കും, കൊടുത്താലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് എല്ലാവരും ആ പ്രോഗ്രാമിൽ എത്തുക. 100 പേർക്ക് സീറ്റുള്ളൂ, എല്ലാവരും ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് ചെയ്തവർ വരിക, അല്ലെങ്കിൽ അഭിലാഷ് സാറായിട്ട് കോൺടാക്ട് ചെയ്യാം. വല്ല വേക്കൻസി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നാളെ ഇതേ പ്രോഗ്രാം കൊട്ടാരക്കര വെച്ച് നടക്കുക. അവിടെ എന്തായാലും വലിയ ജനനിബിഡമായി തോന്നുന്നു എനിക്ക്. അവിടെ ഡോക്ടർ രാജു സാറും ടീമൊക്കെ ഉണ്ട്. അതുപോലെ ശ്രീകുമാർ സാറ് വളരെ വൈഡായിട്ട് അതിന്റെ പ്രൊപ്പഗൻഡ കൊടുത്തിട്ടുണ്ട്. വിഷ്ണു, വിപിൻ, അതുപോലെ തന്നെ രതീഷ്, ദിനിൽ, അങ്ങനെ കുറെ ലീഡേഴ്സ് അവിടെ വളരെ ആക്റ്റീവായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ കോർഡിനേറ്റ് ചെയ്യാത്ത ആൾക്ക് ഇന്നുകൂടെ ഒരു ദിവസമുണ്ട്. ഇന്ന് നിങ്ങളുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ വിളിക്കുക. അവിടെയും ഡോക്ടർ സുമേഷ് സാറും മിനീഷ് സാറും അതുപോലെ തന്നെ രമേശ് സാറുമാണ് ആ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. ആ നമുക്ക് ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ മസ്റ്റാണ്. ബ്രെയിനിന് കൊടുക്കുന്ന ഭക്ഷണമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഇത് കുറെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തത്, ഇതിന്റെ ഒന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന പലരെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട്. അവരങ്ങനെ മാറി മാറി നിൽക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് ആ പ്രോഗ്രാം സെന്ററിലേക്ക് 2 പ്രോഗ്രാം ഇന്നും നാളെയാണ് നടക്കുന്നത്, വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം എന്തായാലും നമ്മുടെ കമ്പനിയുടെ ഭാഗത്ത് വലിയ വലിയ അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ 27, 28 തീയതികളിൽ മുംബൈ ഓഫീസിൽ വെച്ചിട്ട് ബ്ലാക്ക് ഡയമണ്ട്സിന്റെ, അതായത് ഒരു ഐഡിയിൽ 1 കോടി രൂപ വാങ്ങിച്ച ആളാണ് ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയും. 3 ഐഡിയിലല്ല, ഒറ്റ സിംഗിൾ ഐഡിയിൽ 1 കോടി രൂപ വാങ്ങിച്ച ആളാണ് ബ്ലാക്ക് ഡയമണ്ട്സ് എന്ന റാങ്ക്. നിങ്ങൾ ഐഡി തുറക്കുമ്പോൾ നിങ്ങളുടെ റാങ്ക് അതിന്റെ റെഡിൽ മുകളിൽ എഴുതി കാണാൻ പറ്റും. അത് നോക്കിയാൽ മതി എന്താണ് നിങ്ങളുടെ റാങ്ക്. അപ്പൊ അവരുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് സാറ് 27, 28 തീയതികൾ. ഇപ്പൊ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പൊ പുതിയ എത്രയോ മാറ്റങ്ങൾ കമ്പനിയിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. റീപർച്ചേസിലേക്ക് നിരവധി ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്യുന്നതിന് യാതൊന്നും പഠിക്കേണ്ട. നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ഒന്നായിട്ട് നമുക്ക് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തരുള്ള നന്ദിയും ബഹുമാനവും ആദരവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് വിജയാശംസകളോടെ കൂടുതൽ ആളുകളെ നിങ്ങൾക്ക് കാണാനും അവരുമായി സംവദിക്കാനും അവരെല്ലാം ഈ നന്മ അവരിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് മനസ്സും ഊർജവും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ് ഈ ബയോട്ടോറിയം.